ഗുഡ് ആഫ്റ്റർനൂൺ എവരി വൺ. ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം നമ്മളെപ്പോലത്തെ തന്നെ ഒരു കമ്മ്യൂണിറ്റി കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി ഇന്ന് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഒരു ഇവന്റ് ഇനാഗുറേറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് അധികം ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ട. അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ വളരെ സസൂക്ഷ്മം ഒരു 10,000 സബ്സ്ക്രൈബർ ആവുന്നത് മുതൽ ഞാൻ പരിചയപ്പെട്ടത് അന്നാണ്. അന്ന് മുതൽ ഞാൻ കാണുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത ആളാണ്. വളരെയധികം കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ മേഖലകളിലെ ആൾക്കാരെയും ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ സാധ്യതകൾ മലയാളികൾ എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളത് കൃത്യമായി കാണിച്ചു തന്നൊരു വ്യക്തിയാണ്. പിന്നെ ഒരുപാട് ആൾക്കാരായിട്ട് ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ട്. ഒരുപാട് നോളജ് നഗറ്റ്സ് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മളെ പിന്നെ ഈ കമ്മ്യൂണിറ്റിയിലെ തന്നെ ഒരു കലാമിനായിട്ട് ഇന്റർവ്യൂ നടത്തിയത് പെർഫോമൻസ് മാർക്കറ്റിംഗിന്റെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ വേറൊരു വ്യക്തിനായിട്ടും ഇന്റർവ്യൂ നടത്തിയത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കെയിലപ്പ് സ്റ്റാർട്ടപ്പ് വില്ലേജ് പോലത്തെ പരിപാടികളിലൊക്കെ അദ്ദേഹം ജൂറിയിൽ ഇരിക്കുന്നതും കണ്ടിട്ടുണ്ട്. അന്ന് എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഷാനെ എൻ്റെ ഒരു ഞാൻ മെന്റർ ചെയ്തൊരു സ്റ്റാർട്ടപ്പ് അന്ന് ടോപ്പ് 8 ഉണ്ടായിരുന്നു. നമ്മുടെ ഐമർ ബിസിനസ് സ്കൂളിലെ ഒരു സ്റ്റാർട്ടപ്പ് ആയിരുന്നു ഗഡ്സി എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അവര് ആ പിച്ചിലുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ഫൈനൽ സെലക്ഷൻ കിട്ടിയിട്ടില്ല. 5 സെലക്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോ സന്തോഷം നിങ്ങളിതിൽ പങ്കെടുത്തതിൽ. പിന്നെ ഇനിയും നമ്മൾക്ക് കൊലാബറേറ്റ് ചെയ്തുകൊണ്ട് കുറെ പരിപാടികൾ മുന്നോട്ട് നീക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം നിങ്ങൾ എനിക്ക് ഇന്ന് വാട്സപ്പിൽ ചാറ്റ് ചെയ്തതുപോലെ തന്നെ എല്ലാവരും കൂടി കൂട്ടായി വളരുക, എല്ലാവരും കൂടി കൂട്ടായിട്ട് നന്നാവുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമാണ് എനിക്കും ഈ കമ്മ്യൂണിറ്റി തുടങ്ങണ സമയത്ത് ഉണ്ടായിട്ടുള്ളൂ. ഞാനിതൊരു ആക്സിഡന്റൽ കമ്മ്യൂണിറ്റി ഓണറാണ് ഷാനെ. എൻ്റെ ഒരു സ്റ്റുഡന്റ് ആണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, എൻ്റെ സാറെ നിങ്ങൾ മുണ്ടാതെ കുത്തിരിക്കല്ലേ, നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ജനങ്ങളൊക്കെ ഒന്ന് അറിയട്ടെ. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ചെയ്യുന്നതിന്റെ വില എന്താ നാട്ടുകാർക്ക് അറിയിച്ചാന്ന് ഓൻ തുടങ്ങിയ ഗ്രൂപ്പാണ് ഇതൊക്കെ. ഇപ്പോ ദൈവം സഹായിച്ചിട്ട് 6,000-7,000 ആൾക്കാരുണ്ട് എന്ന് മാത്രം. ഒരുപാട് ചലനങ്ങൾ നമുക്ക് പിന്നെ എന്താ പറയണ്ടി സാധിച്ചിട്ടുണ്ട്. നമ്മളെ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് പ്രത്യേകിച്ച് എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ, ട്രെയിനിങ്ങിന്റെ കാര്യത്തിൽ, മെന്ററിങ്ങിന്റെ കാര്യത്തിൽ, കൺസൾട്ടിങ്ങിന്റെ കാര്യത്തിലൊക്കെ ഒരുപാട് സാധ്യതകൾ ഈ കമ്മ്യൂണിറ്റി കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും തുടർന്നാവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ സഹകരണം, സ്നേഹം, ബഹുമാനം ഒക്കെ ഞങ്ങൾക്ക് കിട്ടണം. തിരിച്ചും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് അത് ഉണ്ടാവും. അപ്പോ ഞാൻ ഒഫീഷ്യലി നിങ്ങളെ ഇനാഗുറേറ്റ് ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ ഷംസിനെ കാണാൻ വേണ്ടി ഞാൻ പോവാണ്. അപ്പൊ ഞാനിപ്പോ അത് അനിയപ്പ് വരും. വന്നു കഴിഞ്ഞാൽ ഒരു 2-2.5 മണിക്കൂറുണ്ട് ഇവിടുന്ന് യാത്ര എൻ്റെ വീട്ടിൽ നിന്ന്. അപ്പോ നിങ്ങളെ ഞാൻ ഒഫീഷ്യലി ഇനാഗുറേറ്റ് ക്ഷണിക്കുകയാണ്. നിങ്ങൾ തുടങ്ങിക്കോളി, ഇനി ഞാൻ കേൾക്കാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, ശരി. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. ഇത് ഒഫീഷ്യൽ ഇനോഗ്രേഷൻ പരിപാടികളൊന്നും ചെയ്ത് എനിക്ക് അധികം പരിചയങ്ങളൊന്നുമില്ല. അപ്പൊ ഞാൻ എന്താണ് ഒരു ജാടക്ക് പറയാലോ. അത് ശരിയാ, അത് ശരിയാ, കറക്റ്റ്. അപ്പോ ഞാനും ബേസിക്കലി ഒരു ആക്സിഡന്റൽ കമ്മ്യൂണിറ്റി തുടങ്ങിയതാണ്. ആക്സിഡന്റലായി, ഇപ്പൊ വളരെ സീരിയസ് ആയി എന്നേ ഉള്ളൂ. അപ്പോ നമ്മള് ആക്ച്വലി തുടങ്ങാൻ കാരണം സ്ഥിരമായിട്ട് മെന്ററിങ് ആൾക്കാർ വരുന്നു, ബ്രെയിൻ സ്റ്റോമിങ്ങിന് ആൾക്കാർ വരുമായിരുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം നമുക്കൊന്ന് ബ്ലൂ ടൈഗർ പറഞ്ഞ കമ്പനീന്റെ CEO ഫൗണ്ടർ നിഹാൽ വിളിച്ച് ഷാനെ കുറച്ച് ബ്രെയിൻ സ്റ്റോമിങ് ചെയ്യാം, ലെറ്റ്സ് സീ വാട്ട് എൽസ് ക്യാൻ വി ഡു. bluetiger.com ഞാൻ മെന്റർ ചെയ്ത് ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനി ആയിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു നിഹാലിനോട്, ഓക്കെ നിഹാൽ എന്തോ ഒരു കാര്യം ചെയ്യാം, നമ്മൾ സംസാരിക്കുന്നതൊക്കെ എല്ലാവർക്കും ആവശ്യമുണ്ട്. സോ ഞാൻ ഈ പിന്നെ മീറ്റിംഗ് റെക്കോർഡ് ചെയ്തിട്ട് ഓൺലൈനിൽ ഇടും, യൂട്യൂബിൽ ഇടാം. എന്നാ പിന്നെ ഇനി ഇതേപോലെ ചോദിച്ചു തരുന്നവർക്ക് അത് കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ അതിട്ടപ്പോ എവിടുന്നൊക്കെ കുറെ വ്യൂസ് കയറി വന്നു. എങ്ങനെയാ ഏതാ ഒന്നും അറിയില്ല. അപ്പൊ ഇത് കൊള്ളാം. അങ്ങനെ 2-3 എണ്ണം കൂടിയും അങ്ങനെ ചെയ്തു. അപ്പൊ അതിനൊക്കെ നല്ല വ്യൂവർഷിപ്പ് വന്നു. അങ്ങനെ നമ്മളെ ടീമിൽ ഒരുത്തൻ കയറിയിട്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. അപ്പൊ ഞാനന്ന് ദേഷ്യം പിടിച്ച്, ഞാൻ പറഞ്ഞു ഈ എന്തൊക്കെയാണ് വാട്സാപ്പ് ഗ്രൂപ്പ്, ഇത് ആരാ മാനേജ് ചെയ്യുക, സംബഡി ഹാസ് ടു മോഡറേറ്റ്, റൈറ്റ്? അങ്ങനെ പിന്നെ ഞാൻ ആ വാട്സാപ്പ് ഗ്രൂപ്പിന് ലെഫ്റ്റ് ആയി. ഞാൻ പറഞ്ഞു ആരെങ്കിലും നടത്തിക്കോ, കാരണം ഇത് നടത്താനുള്ള സമയം നിന്റെ അടുത്തില്ല. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോ തോന്നി പിന്നെ എന്തായാലും നമ്മളെ പേരിലുള്ളൊരു വാട്സാപ്പ് ഗ്രൂപ്പാണ്, കയറി നോക്കാം. കയറി നോക്കിയപ്പോ അതിന്റെ അത് വളരെ സീരിയസ് ആൾക്കാർ, ഭയങ്കര ജഗപൊക ഡിസ്കഷനൊക്കെ. അപ്പൊ പിന്നെ ഇൻവോൾവ് ആയി, പിന്നെ അത് സീരിയസ് ആയി. അപ്പൊ പിന്നെ നമ്മൾ വളരെ സിസ്റ്റമാറ്റിക്കലി ആക്കി കൊണ്ടുവന്നു പോഡ്കാസ്റ്റുകളൊക്കെ. ബിക്കോസ് എല്ലാ പോഡ്കാസ്റ്റിലും ആരോടും സംസാരിക്കുമ്പോൾ നമുക്ക് കുറെ ഇൻസൈറ്റ്സ് കിട്ടാണ്.
ഒന്ന് അവരെങ്ങനെയാണ് ചെയ്തത് എന്നും അതേപോലെ അവരെ ജേണി നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയൊക്കെയാണ് നമുക്ക് അവിടെ കാര്യങ്ങൾ. കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊരു കാര്യം കൂടി നമ്മുടെ ബ്രെയിനിൽ ഒരു ഐഡിയ കിട്ടും ഇങ്ങനത്തെ ഒരു കേസ് നമ്മുടെ correct. മുന്നിൽ വന്നാൽ. എക്സാക്ട്ലി. പിന്നെ പലരും നമ്മളിപ്പം നടക്കണ പറഞ്ഞു കഴിഞ്ഞാല് ഐഡിയ വാസ് ടു ഗീവ് ആസ് മച്ച് വാല്യൂ ടു ദ സബ്സ്ക്രൈബേഴ്സിന് മാക്സിമം പിന്നെ ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. പക്ഷേ അതിന്റെ കൂട്ടത്തിൽ സംഭവിച്ചത് ഗസ്റ്റിനും ഭയങ്കരമായിട്ട് വാല്യൂ കിട്ടും. ഇപ്പൊ നമ്മള് പിന്നെ അംജദിനൊക്കെ കൊണ്ടുവന്നിരുന്നു ചൈനയില് കൂടുതൽ സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്ന. അറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അംജദൊക്കെ പറഞ്ഞു അതിനുശേഷം ഞാൻ ഇരിക്കാൻ കണ്ട പറ്റിയിട്ടില്ല. പോഡ്കാസ്റ്റുകളിൽ ഒന്ന് അംജദിന്റെയും പിന്നെ എമിൽ എജിയുടെ പോഡ്കാസ്റ്റും ഞാൻ കൃത്യമായി വീക്ഷിച്ചതാണ്. കറക്റ്റ്. അപ്പൊ അത് സംഭവിച്ചത് ഗസ്റ്റുകൾക്കൊക്കെ ലീഡ്സ് കിട്ടാൻ തുടങ്ങി. ആര് വന്നു കഴിഞ്ഞാലും അവർക്ക് എന്തെങ്കിലുമൊക്കെ ലീഡ്സ് കിട്ടും. അപ്പൊ എമിലിന്റെയിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് എമില് പറഞ്ഞതിന് ശേഷം നമുക്കൊന്ന് ഒരാഴ്ചനോട് എമിലിന് 45 ലീഡ്സ്, അതിന്റെ അകത്ത് 8 ലീഡോളം എമില് കൺവേർട്ട് ചെയ്തു. അപ്പം സബ്സ്ക്രൈബേഴ്സിന് വാല്യൂ ആയി, ഗസ്റ്റുകൾക്ക് വാല്യൂ ആയി. അതിനുശേഷം സ്പോൺസേഴ്സ് കയറാൻ തുടങ്ങി. അപ്പൊ സ്പോൺസേഴ്സിനും വാല്യൂ കിട്ടി. അപ്പൊ ഇതെല്ലാം കൂടി ആയപ്പോ അതായത് ഇൻവോൾവ് ആയ എല്ലാവർക്കും വാല്യൂ കിട്ടി തുടങ്ങിയപ്പം ഞാൻ എന്റെ കൺസൾട്ടിങ് പരിപാടികളൊക്കെ തൽക്കാലത്തേക്ക് നിർത്തിവെച്ച് ഞാൻ ഓക്കെ ഇനി ഒരു കൊല്ലം ഇതുമേലൊന്ന് ഫോക്കസ് ചെയ്ത് നോക്കട്ടെ, ലെറ്റ് സീ വാട്ട് ഹാപ്പൻസ്. ഇപ്പൊ നമ്മൾ ഒരു കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, ഷോപ്പിഫൈയിൽ ഒരു കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, വിച്ച് അഗെയിൻ കമ്മ്യൂണിറ്റിയിൽ റിക്വസ്റ്റ് വന്നപ്പോ അത് ഫിഗർ ഔട്ട് ചെയ്തു. എന്ത് കോഴ്സാണത്? ഷോപ്പിഫൈ ഒരു സ്റ്റോർ സെറ്റപ്പ് ചെയ്യാൻ, ഓൺലൈൻ സ്റ്റോർ സെറ്റപ്പ് ചെയ്യാൻ. ഞാൻ ചോദിക്കാൻ കാരണം എന്താണെന്നറിയാം, ഈ ഷോപ്പിഫൈനെ സംബന്ധിക്കുന്ന ഒരുപാട് കോഴ്സുകൾ ആൾക്കാർ ചോദിക്കാറുണ്ട് പേഴ്സണലി എന്നോട്. അപ്പൊ നിങ്ങൾ അതിനെ കുറിച്ച് ഡീറ്റെയിൽ എനിക്കൊന്ന് DM തന്നാൽ തീർച്ചയായിട്ടും ഞാൻ എന്റെ ലൂപ്പിൽ വെച്ചോളാം. നോ പ്രോബ്ലം. അപ്പൊ ബേസിക്കലി അതും അഗെയിൻ പിന്നെ കമ്മ്യൂണിറ്റി ചോദിച്ചപ്പോഴാണ് കമ്മ്യൂണിറ്റി പറഞ്ഞു, ഞാൻ വിചാരിച്ചു ആദ്യം വേണ്ടത് കണ്ടന്റ് മാർക്കറ്റിംഗിന്റെ കോഴ്സ് ആയിരിക്കുമെന്ന്. പക്ഷെ കമ്മ്യൂണിറ്റി ഞങ്ങൾക്ക് ഷോപ്പിഫൈ വെബ്സൈറ്റ് സെറ്റപ്പ് ചെയ്യാനാണ് നിങ്ങൾക്ക് ഹെൽപ്പ് വേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു കോഴ്സ് ഉണ്ടാക്കി. ഇപ്പൊ ആ കോഴ്സ് ഫിഗർ ഔട്ട് ചെയ്യുന്നു. അപ്പൊ ഇതൊരു ജേണിയാണ്. പിന്നെ ഇപ്പൊ വളരെ സീരിയസ് ആണ്. ഇപ്പൊ അത് ഫുൾ ടൈം ആക്ടിവിറ്റി ആണ്. അപ്പൊ ഞാൻ ഇവിടെ പിന്നെ ബേസിക്കലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇല്ലാതെ ഇ-കൊമേഴ്സ് ഒന്നും ഇല്ല. ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെയാണ് ഇ-കൊമേഴ്സ്. അതിന്റെ ആ ഡിജിറ്റൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഇ-കൊമേഴ്സിലേക്ക്. അപ്പൊ എനിക്ക് ചെറിയൊരു സ്ലൈഡ് കാണിക്കാം, ഇ-കൊമേഴ്സ് ഓൺലൈൻ സെല്ലിംഗ് എങ്ങനെ ചെയ്യാന്നുള്ളത്. ക്വിക്ലി ഉണ്ടാക്കിയ സ്ലൈഡാണ് AI വെച്ചിട്ട്. ഓക്കെ, ഞാൻ സ്ലൈഡ് ഷെയർ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു D2C ബ്രാൻഡ് എങ്ങനെ തുടങ്ങാം എന്നുള്ളതാണ്. സോ ഐ ജസ്റ്റ് വാക്ക് യു ത്രൂ ദ സ്ലൈഡ്. ഓക്കെ, പിന്നെ അത് ആദ്യത്തെ സ്ലൈഡിൽ കണ്ടന്റ് ഈസ് കിങ്. അതായത് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു വെബ്സൈറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല. ആദ്യം വേണ്ടത് ആൾക്കാരെ അറിയിക്കണം. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മളൊരു ജേണിയിലൂടെ പോകണം, ഒരു കമ്പനി ബിൽഡ് ചെയ്യാണ്, അത് നിങ്ങൾ ആസ് എ ഫൗണ്ടർ ഓർ ആസ് എ ഫൗണ്ടർ ഇറ്റ്സെൽഫ് ചെയ്യേണ്ടത് ആദ്യം കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സ് എവിടെയല്ലോ നോക്കണം. കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലുമാണ്. അപ്പൊ ഇവിടെ കണ്ടന്റ് ക്രിയേറ്റ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഫോർ ബിൽഡിംഗ് എ ബ്രാൻഡ് ഓർ സെല്ലിംഗ് ഓൺലൈൻ should be creating content that your audience finds valuable. അപ്പൊ അങ്ങനെ ഇഷ്ടംപോലെ ഇൻസ്റ്റാഗ്രാം പേജസ് അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസ് അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽസ് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ഒരുവിധം ആൾക്കാരൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ആദ്യം കണ്ടന്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നല്ല രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് സെറ്റപ്പ് ചെയ്യാന്നുള്ളത്. കാരണം നിങ്ങളെ കുറെ പ്രൊഡക്ട്സിന്റെ എണ്ണം കൂടുമ്പോൾ കസ്റ്റമേഴ്സിന് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടി വരും. അപ്പം ഇവിടെ ഞാൻ store.linkഉം ഷോപ്പിഫൈ ആണ് കാണിച്ചത്. ഇതിന്റെ റീസൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യുന്നോ അത്രയും ഈസി. നമ്മൾ വേറെ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം സാസ് അല്ലാത്ത മന്ത്ലി പേ ചെയ്യാത്ത പ്ലാറ്റ്ഫോംസ് എടുത്ത് നമുക്ക് എപ്പോഴും ഒരു ഡെവലപ്പർ സപ്പോർട്ട് വേണ്ടി വരും. പക്ഷെ store.link, ഇതിനകത്ത് ഫസ്റ്റ് ഞാൻ പറയുന്നത് store.link ആണ്. നിങ്ങൾക്ക് എഫക്റ്റീവ്ലി ഒരു ഗൂഗിൾ ഷീറ്റ് യൂസ് ചെയ്യാൻ അറിയെങ്കിൽ സ്വന്തമായിട്ട് ഒരു വെബ്സൈറ്റ് സെറ്റപ്പ് ചെയ്യാം. ഷോപ്പിഫൈ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കുള്ളതാണ്.
പക്ഷെ ഷോപ്പിഫൈ യൂസ് ചെയ്യുക. ഇതിനൊക്കെ ഗുണം പറഞ്ഞു കഴിഞ്ഞാല് ഇറ്റ്സ് ഓൾ പ്ലഗ് ആൻഡ് പ്ലേ. നേരെ പോയിട്ട് നമുക്ക് തന്നെ അങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. യു ഡോണ്ട് നീഡ് ഹെൽപ്പ് എക്സ്റ്റേണലി. ഈ ഒരു സെറ്റപ്പ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് മാർക്കറ്റ് പ്ലേസിൽ ലിസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും മിന്ത്രയിലും ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ നിങ്ങളെ പ്രൊഡക്ട്സ് ലിസ്റ്റ് ചെയ്യുക. കാരണം അഗെയിൻ അവിടെ ഡിസ്ട്രിബ്യൂഷൻ ഓൾറെഡി ഉണ്ട്. കസ്റ്റമേഴ്സിന് ആ പ്ലാറ്റ്ഫോംസിനോട് ട്രസ്റ്റ് ഉണ്ട്. ആ ട്രസ്റ്റ് ലെവറേജ് ചെയ്യുക. ആദ്യം നമ്മൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തു, പിന്നെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പൊ കുറച്ച് കണ്ടന്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ ബ്രാൻഡിൽ ഒരു ട്രസ്റ്റ് വരും. വെബ്സൈറ്റ് ആകുമ്പോൾ നമ്മളെ എല്ലാ പ്രൊഡക്ട്സും നമുക്ക് കാറ്റലോഗ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ ഒരു ഏരിയ അറിയാം മാർക്കറ്റ് പ്ലേസ് ആണ്. കാരണം മാർക്കറ്റ് പ്ലേസിൽ എപ്പോഴും കസ്റ്റമേഴ്സ് ട്രസ്റ്റ് വരാം. കാരണം ആമസോണിനും ഫ്ലിപ്കാർട്ടിനും ഒക്കെ കസ്റ്റമേഴ്സ് ഓൾറെഡി വാങ്ങിക്കുന്നത് കൊണ്ട് അവർക്ക് പെട്ടെന്ന് ഓക്കെ. അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞു തന്ന പോലെ ആദ്യം നിങ്ങൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക. കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളെ ബ്രാൻഡിന് ഒരു ട്രസ്റ്റ് വരും. കുറച്ചൊക്കെ സെയിൽ ഡയറക്ട്ലി ഇൻസ്റ്റാഗ്രാമിലോ വാട്സാപ്പിലോ തന്നെ വരും. അത് കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക. അത് സ്റ്റോർ ഡോട്ട് ലിങ്ക് ആവാം അല്ലെങ്കിൽ ഷോപ്പിഫൈ ആവാം, ബിക്കോസ് ദാറ്റ് ഈസ് വെരി ഫാസ്റ്റ്. മൂന്നാമത്തെ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാർക്കറ്റ് പ്ലേസുകൾ ലിസ്റ്റ് ചെയ്യുക. കാരണം കസ്റ്റമേഴ്സിന് അവിടുന്ന് വാങ്ങിക്കാൻ കുറച്ചും കൂടിയും ഈസിനെസ് ഉണ്ട്. കാരണം ദേ ആർ ഓൾറെഡി യൂസിങ് ആമസോൺ ഓർ ഫ്ലിപ്കാർട്ട്. ഇത് കഴിഞ്ഞാല് പിന്നെയാണ് നിങ്ങൾക്ക് പെയ്ഡ് ആഡ്സിലേക്ക്. കാരണം നിങ്ങൾ ഓർഗാനിക് ആയിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തു, വെബ്സൈറ്റ് ഉണ്ട്, അത്യാവശ്യം സെയിൽ മാർക്കറ്റ് പ്ലേസിലും ആയി കഴിഞ്ഞാൽ യു ക്യാൻ ഗോ ഓൺ ടു പെയ്ഡ് ആഡ്സ്. പെയ്ഡ് ആഡ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ എക്സിസ്റ്റിംഗ് കണ്ടന്റ് ഓൾറെഡി സെറ്റായി. ആ കണ്ടന്റ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് പെയ്ഡ് ആഡ്സ് വെച്ചിട്ട് കൂടുതൽ സെയിലുകൾ കൊണ്ടുവരാൻ പറ്റും. ആൻഡ് ദെൻ ഇതൊക്കെ ബേസ്ഡ് ഓൺ നിങ്ങളെ ബഡ്ജറ്റ്. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആൻഡ് മാച്ച് ഒക്കെ ചെയ്യാം കേട്ടോ. വേണമെങ്കിൽ ആദ്യം SEO ചെയ്യാം, അല്ലെങ്കിൽ ആദ്യം വേറെ എന്തെങ്കിലും ചെയ്യാം. ഇതൊക്കെ നിങ്ങൾ പക്ഷെ ബേസിക്കലി ഒരു ഇ-കൊമേഴ്സ് സ്റ്റോർ തുടങ്ങുമ്പോൾ ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. കണ്ടന്റ് വേണം, വെബ്സൈറ്റ് വേണം, പെയ്ഡ് ആഡ്സ് ചെയ്യണം, SEO ചെയ്യണം. അപ്പൊ അവസാനത്തിൽ നമ്മൾ SEO ചെയ്യും. SEO ചെയ്ത് കഴിഞ്ഞാൽ ഗുണം ഈ പെയ്ഡ് ആഡ്സ് വെച്ച് നമുക്ക് സസ്റ്റൈനബിൾ പ്രോഫിറ്റബിൾ ബിസിനസ് ഉണ്ടാക്കാൻ പറ്റില്ല. ഈ സാധനങ്ങളൊക്കെ ഒരുമിച്ച് വരുമ്പോൾ മാത്രമേ അതൊരു പ്രോഫിറ്റബിൾ ബിസിനസ് ആക്കാൻ പറ്റുള്ളൂ. ഈ SEOന്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് വളരെ കുറവിൽ കൊണ്ടുവരാം. പെയ്ഡ് ആഡ്സിന് എപ്പോഴും കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് ഉണ്ടാവും. പക്ഷെ കണ്ടന്റും SEOയും കറക്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ സ്റ്റോറ് വളരുന്നതോടുകൂടി നിങ്ങൾക്ക് കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് താഴത്തേക്ക് വരും. പെയ്ഡ് ആഡ്സ് ഇനീഷ്യൽ കസ്റ്റമേഴ്സിനെ ഫെച്ച് ചെയ്യാൻ മാത്രമേ യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷെ ഇഫ് യു നീഡ് ടു ബിൽഡ് എ പ്രോഫിറ്റബിൾ ബിസിനസ് നിങ്ങൾ എപ്പോഴും SEOയിൽ ഫോക്കസ് ചെയ്യണം. SEO ഫസ്റ്റ് ചെയ്താലും പ്രശ്നമല്ല, പക്ഷെ SEOയിൽ സെയിൽ വരാൻ കുറച്ച് സമയം എടുക്കും. ഈ സെയിൽ കറക്റ്റ് ആയിട്ട് ഫസ്റ്റ് വന്നിട്ടില്ലെങ്കിൽ നമ്മളെ മോട്ടിവേഷൻ പോവും. അതുകൊണ്ടാണ് എപ്പോഴും കണ്ടന്റ് തുടങ്ങിയിട്ട് പിന്നെ പാരലലി ബാക്കിയുള്ളതൊക്കെ എക്സിക്യൂട്ട് ചെയ്യുക. സോ ഇതാണ് ബേസിക്കലി ഒരു ഇ-കൊമേഴ്സ് ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ട ഇനീഷ്യൽ കുറച്ച് സ്റ്റെപ്പുകൾ. സോ ഇതൊക്കെ ഞാൻ ബേസിക്കലി കുറെ ആൾക്കാരോട് സംസാരിച്ചതിൽ ഒന്ന് മനസ്സിലാക്കിയതാണ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹലോ, ആ ഒരു ചെറിയ ഓക്കെ ഡൗട്ട്. പറഞ്ഞോളൂ. ഡിജിറ്റൽ അറിയും മാർക്കറ്റിൽ നല്ലൊരു ബെസ്റ്റ് പ്രോഡക്റ്റ് നമുക്കിപ്പോ ഒരു ഇ-കൊമേഴ്സിന് നമുക്ക് വേണ്ടി ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് കോമ്പറ്റീഷന് കാര്യങ്ങള്, അങ്ങനത്തെ എന്ത് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അതായത് ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് നമ്മളുടെ പ്രോഡക്റ്റ് എപ്പോഴും യൂണീക്ക് ആയിരിക്കണം എന്നുള്ളത്. അപ്പോ അതിനെ കുറിച്ച് സംസാരിക്കുമ്പോ എന്താണ് പറയാനുള്ളത്? ഈ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പല സാധനങ്ങളും ആക്ച്വലി ഓൺലൈനിൽ വിൽക്കാൻ പറ്റും. ഇപ്പം സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഇപ്പൊ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത ഒരു പോഡ്കാസ്റ്റില് നെയിം സ്ലിപ്പ് ആണ് അവർ വെക്കുന്നത്. നെയിം സ്ലിപ്പ് വരെ നമുക്ക് ഓൺലൈനിൽ വിൽക്കാന്നുള്ളതാണ്. അപ്പൊ അതിന് എന്തെങ്കിലും ഇപ്പൊ നെയിം സ്ലിപ്പിൽ അവർ ചെയ്തത് ഒരു യുണീക്ക് ആംഗിൾ കണ്ടെത്തിയിട്ടുണ്ട്, ഒരു പേഴ്സണലൈസേഷൻ. അപ്പൊ ഒരു പ്രൊഡക്റ്റ് എടുക്കുക, നമുക്കത് എങ്ങനെ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് നോക്കേണ്ടത്. ഹൗ ക്യാൻ വി ഗിവ് എ ബെറ്റർ പ്രൊഡക്റ്റ്? ഇതിനകത്ത് 2 എക്സാമ്പിൾസ്. ഒന്ന് tada.kids എന്ന നെയിം സ്ലിപ്പ് പേഴ്സണലൈസേഷൻ. ബേസിക്കലി അവർ നെയിം സ്ലിപ്സിലാണ് തുടങ്ങിയത്. ഇപ്പം കുറെ എക്സ്ട്രാ സാധനങ്ങൾ വരുന്നുണ്ട്. ഞാൻ tada.kidsന്റെ എക്സാമ്പിൾ വെബ്സൈറ്റ് ഇവിടെ അയച്ചിട്ടുണ്ട്. അതേപോലെ ഫുൾവ, അതായത് കാലിക്കറ്റ് ഹലുവ, ദർ വാസ് എ പ്രോബ്ലം. അതായത് ഹൈജീനിക് അല്ലാത്ത ഒരു ഇഷ്യൂ ആണ് അവർ സോൾവ് ചെയ്തത്.
ഹലുവ ഹൈജീനിക് ആയും നല്ലൊരു ബ്രാൻഡിങ്ങിലും കൂടി കൂടിയിട്ട് അവർ നല്ലൊരു പ്രൊഡക്റ്റ് കൊടുത്തു. അപ്പം നാട്ടിൽ കാണുന്ന പല പ്രൊഡക്ട്സും പല സ്ഥിരമായിട്ട് നമ്മൾ കഴിക്കുന്ന പ്രൊഡക്ട്സ് ചിലപ്പോൾ ഓൺലൈനിൽ സെല്ലബിൾ ആയിരിക്കാം വിത്ത് എ ട്വിസ്റ്റ്. ഇതേപോലെ ബിയോണ്ട് സ്നാക്സ് ചെയ്തത് ബനാന ചിപ്സ് ആണ്. ബിയോണ്ട് സ്നാക്സിന്റെ വെബ്സൈറ്റ്. അപ്പം നമുക്ക് പറയുമ്പം വർത്തായിക്കാണ്, പക്ഷെ അൾട്ടിമേറ്റ്ലി അതും ഒരു D2C ബ്രാൻഡാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് അവർ 100 കോടി ഫണ്ടിങ് റേസ് ചെയ്തിട്ടുണ്ട്. സോ ഒരു പ്രൊഡക്റ്റ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് കണ്ടിരിക്കുക, അതിൻ്റെ അകത്ത് ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കുക, മേ ബി ആഡ് സംതിങ് ടു ഇറ്റ്. ചിലപ്പോൾ അത് ബ്രാൻഡിങ് ആയിരിക്കാം, ചിലപ്പോൾ ഫുൾവ ചെയ്ത പോലെ ഹൈജീനിക് ഹലുവ കൊടുക്കണമായിരിക്കാം, അല്ലെങ്കിൽ ടാഡ ചെയ്ത പോലെ പേഴ്സണലൈസ്ഡ് നെയിം സ്ലിപ്പ് ആയിരിക്കാം. സോ ദർ ഈസ് ഓൾവേസ് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ എ പ്രൊഡക്റ്റ്. വി ജസ്റ്റ് നീഡ് ടു എന്താ പറയുക, അതിൻ്റെ അകത്തൊരു യുണീക്ക് സാധനം USP കൂടി ആഡ് ചെയ്യുക. മാർക്കറ്റിൽ എന്താണ് ഒരു പ്രോബ്ലം അല്ലേ, ആ പ്രൊഡക്റ്റിൽ എനിക്ക് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാന്ന് കണ്ടുപിടിച്ചിട്ട് ആ പ്രൊഡക്റ്റ് സെല് ചെയ്യാം. സോ ദാറ്റ് ഇസ് ഞാൻ അത്ര ഭയങ്കരമായ എക്സ്പേർട്ട് അല്ല, പക്ഷെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മളെ നാട്ടിൽ കാണുന്ന പല സാധനങ്ങളും നമുക്ക് ഓൺലൈനിൽ എടുത്ത് വിൽക്കാൻ പറ്റും. കുറച്ചും കൂടെ അതിൻ്റെ അകത്ത് ഇന്നോവേഷൻ കൊണ്ടുവന്നാൽ മതി. ഇപ്പൊ ചെലവൊക്കെ പിന്നെ ആമസോണിൽ വിൽക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്, അതിൻ്റെ അകത്ത് കുറച്ചും കൂടി ഇന്നോവേഷൻ കൊണ്ടുവന്നിട്ട്. സോ അതാണ് ബേസിക്കലി പ്രൊഡക്റ്റ് സെലക്ഷൻ. നമ്മള് USB ഫോക്കസ് ചെയ്തിട്ട് ചെയ്യാൻ നല്ലതാണ് അല്ലെ. USB അത് പിന്നല്ലത് ഏതെങ്കിലും സാധനം ചിലപ്പോ ഇപ്പൊ ചിരട്ട വരെ ആമസോണിൽ വിൽക്കണ കണ്ടിട്ടുണ്ട്. സോ ചിലപ്പോ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സാധനമായിരിക്കാം, അതിലിപ്പോ ഓൺലൈനിൽ വിൽക്കാൻ സ്കോപ്പ് ഉണ്ടാവാം. അത് ബേസിക്കലി ചെയ്തു നോക്കുക എന്നുള്ളതാണ്. കുറെ കാശിടാതെ ഒന്ന് ട്രയൽ അടിച്ചു നോക്കുക. അതേപോലെ നമ്മൾ ഇപ്പൊ അടുത്ത് ഞാൻ പ്യൂരിഫിറ്റുമായിട്ടൊരു പോഡ്കാസ്റ്റ് ചെയ്തിരുന്നു. പ്യൂരിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഷവർ ഫിൽട്ടർ ആണ്. അതായത് ബാംഗ്ലൂരൊക്കെ ഒരു പ്രോബ്ലം ഉണ്ട്, അവിടെയൊക്കെ ഹാർഡ് വാട്ടർ ആണ്. അപ്പൊ ഈ വാട്ടർ ഹാർഡ് വാട്ടർ ആയതുകൊണ്ട് തന്നെ മുടിക്ക് ഭയങ്കര കേടാണ്. പക്ഷെ അവരെ ഫിൽട്ടർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് വാട്ടർ വിൽ ബി ബെറ്റർ. അപ്പൊ അവർ അതിന്മേൽ ഒരു കോടിന്റെ ബിസിനസ് ഉണ്ടാക്കി എവ്രി സിംഗിൾ മന്ത്. അതിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അത് ബേസിക്കലി അവന് മനസ്സിലായത് US ഓൾറെഡി ഉള്ള ഒരു സാധനമാണ് ഈ ഷവർ ഫിൽട്ടർ എന്ന് പറഞ്ഞത്. സോ US ഒരു സാധനം നേരെ നാട്ടിൽ കൊണ്ടുവന്നു, ഇവിടത്തേന് വേണ്ടി കസ്റ്റമൈസ് ചെയ്തു ആൻഡ് സോൾഡ് ഇറ്റ് ഓൺലൈൻ. അവർ കംപ്ലീറ്റ്ലി മാർക്കറ്റ് പ്ലേസിലാണ് സെല് ചെയ്യുന്നത്. 6 പേരെ ടീമാണ്, 2 പേര് വെയർ ഹൗസിലും 4 പേര് ഓഫീസിലും. ആൻഡ് ദേ ആർ ഡൂയിങ് 1 crore എ മന്ത്. ഓക്കെ, അതേപോലെ ദുബായ് മാർക്കറ്റിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്നൊന്ന് പറയാൻ കഴിയുമോ എന്തേലും? അതായത് ദുബായ് പോലുള്ള വലിയൊരു മാർക്കറ്റിൽ ഇപ്പൊ ഈ നൂണ് പോലുള്ളൊക്കെ ഒരു കോമ്പറ്റീറ്റർ ആയിട്ട് നിൽക്കേണ്ടി വരുന്ന അവസ്ഥയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്. അൾട്ടിമേറ്റ്ലി ഈ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഇപ്പൊ നമ്മൾ വളരെ ചെറിയ ഫണ്ട്സ് വെച്ച് കളിക്കുകയാണെങ്കിൽ ട്രയൽ അടിക്കുക, ഓരോന്നും വിറ്റ് നോക്കുക. അതിന് ആദ്യം കണ്ടന്റ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾ ദുബായ് മാർക്കറ്റിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ കണ്ടന്റ് ചെയ്യുക. ആദ്യം കുറച്ച് ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിരിക്കും നിങ്ങളെ ഫോളോവേഴ്സ്. കുറച്ച് കഴിഞ്ഞ് അവരെ ഫ്രണ്ട്സും നിങ്ങളുടെ അടുത്ത് വാങ്ങിച്ചു തുടങ്ങും. ആദ്യം തന്നെ പോയിട്ട് നൂണിലോ ആമസോണിലോ മേ ബി ഇറ്റ് വിൽ നോട്ട് സെൽ. അപ്പം ആദ്യം നെറ്റ്വർക്കിൽ തന്നെ സെല് ചെയ്ത് നോക്കുക, ഇതിനൊരു സ്കോപ്പ് ഉണ്ടോ നോക്കുക. അതിനുശേഷം നിങ്ങൾ മാർക്കറ്റ് പ്ലേസിൽ ഇവിടെയൊക്കെ സ്പെൻഡ് ചെയ്യുക. അപ്പൊ ഇനീഷ്യലി ഇൻസ്റ്റാഗ്രാമിൽ സ്പെൻഡ് ചെയ്യാൻ നമ്മൾ ആക്ച്വലി ലൈസൻസും കാര്യങ്ങളും നമുക്ക് ബ്രാൻഡ് ഉണ്ടാക്കിയാൽ മതി. കുറച്ചൊക്കെ സെയിൽ ആകുമ്പോൾ ദെൻ തിങ്ക് അബൌട്ട് ഡൂയിങ് ഇറ്റ് ലീഗലി. അതുവരെ നിങ്ങളൊരു ടെസ്റ്റിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ഈവൻ പിന്നെ എന്താ പറയാ, ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് അവരോട് ചോദിക്കാം വിൽ യു ബി വില്ലിംഗ് ടു പേ ഫോർ ഇറ്റ്. അപ്പൊ നമ്മൾ ആക്ച്വലി നമ്മളെ ഷോപ്പിഫൈ കോഴ്സ് വരെ നമ്മൾ ആദ്യത്തിൽ നമ്മൾ ട്രയൽ അടിച്ചതാണ്. പിന്നെയാണ് നമ്മൾ മനസ്സിലാക്കി ഓക്കെ ഇതിന് ആൾക്കാർ പേ ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളത്. പക്ഷെ ആദ്യം ജസ്റ്റ് ഗോ അഹെഡ് ആൻഡ് ജസ്റ്റ് ഡു ഇറ്റ്. അതാണ് ചെയ്യേണ്ടത്. വളരെ മിനിമൽ ആയിട്ട് ചെലവ് കുറച്ചിട്ട് എങ്ങനെ ചെയ്യാം. ഇപ്പൊ പ്യൂരിഫിറ്റ് തുടങ്ങിയത് 25 ഷവർ ഫിൽട്ടർ വെച്ചിട്ടാണ്. ഇപ്പൊ അവര് വലിയ വോളിയം ചെയ്യുന്നുണ്ട്. പക്ഷെ ദേ സ്റ്റാർട്ടഡ് വിത്ത് 2025. അത് തന്നെ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത സാധനമായിരുന്നു. അതിന്റെ വെബ്സൈറ്റ് ലിങ്ക് ഒന്ന് ഇതിലിടാൻ പറ്റുമോ? ആ പ്യൂരിഫൈന്റെ ഞാൻ ഇതിന്റെ അകത്ത് purific.in ഇട്ടിട്ടുണ്ടല്ലോ. അത് ആമസോണിൽ സെർച്ച് ചെയ്താൽ മതി. ആമസോണിലായിരിക്കും കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടുക. കാരണം
ആ ആ അപ്പൊ ഇങ്ങനെ പല ചിലപ്പം പുറത്തെ മാർക്കറ്റില് ഫേമസ് ആയിട്ടുള്ള പല പ്രൊഡക്ട്സും ഉണ്ടാവും. അപ്പൊ ആ പ്രൊഡക്ട്സ് നമ്മളെ മാർക്കറ്റിൽ അല്പം ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. സോ അത് കണ്ടുപിടിച്ചാലും മതി. ഞാൻ അതിന്റെ ആമസോൺ ലിങ്ക് അയച്ചിട്ടുണ്ട്. അപ്പൊ സ്റ്റാർട്ട് സ്മോൾ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാണ്ട് ആദ്യം തന്നെ പോയിട്ട് കമ്പനി രജിസ്റ്റർ ചെയ്ത് ലൈസൻസ് എടുത്ത് എംപ്ലോയീസിനൊക്കെ എടുത്തിട്ടല്ല ചെയ്യേണ്ടത്. ആദ്യം നിങ്ങൾ വളരെ ഏറ്റവും മിനിമൽ ആയിട്ട് ഇത് എങ്ങനെ തുടങ്ങാം, എന്നിട്ട് അതിന്റെ അകത്തിന് വാലിഡേറ്റ് ചെയ്തിട്ട് വേണം അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ. അതായത് ആദ്യം തന്നെ നമ്മൾ കുറെ കാശ് മുടക്കി കഴിഞ്ഞാൽ പിന്നെ ടെൻഷൻ ആയിരിക്കും ഇത് റവന്യൂ വന്നില്ലെങ്കിൽ. അവിടെ തന്നെ നമുക്ക് പകുതി കോൺഫിഡൻസ് പോയി പോകും. സോ സ്റ്റാർട്ട് വെരി സ്മോൾ. MVP എന്നാണ് നമ്മളെ ടെക് ഭാഷയിൽ പറയാം, മിനിമം വയബിൾ പ്രൊഡക്റ്റ്. മിനിമത്തിൽ ഇതെങ്ങനെ ചെയ്യാം? ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ നമ്മളെ കമ്മ്യൂണിറ്റിക്ക് പകരം ഞങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ആപ്പ് ഒക്കെ ലോഞ്ച് ചെയ്യായിരുന്നു. എല്ലാ മാർക്കറ്റ് എന്താ പറയാ എല്ലാ തരം എക്സ്പേർട്സും ഉള്ള ഒരു ആപ്പ്. പക്ഷെ നമ്മൾ അതിന് പകരം ഒരു വാട്സാപ്പ് ഗ്രൂപ്പാണ് ചെയ്തത്. കാരണം എന്തിനാണ് ആപ്പ് ലോഞ്ച് ചെയ്യുന്നത്? എല്ലാവർക്കും വാട്സാപ്പ് ഈസി ആയിട്ട് യൂസ് ചെയ്യാം. നമ്മൾ ഈവൻ ഒരു കൊല്ലം കഴിഞ്ഞാൽ ആപ്പ് ഒന്നും ലോഞ്ച് ചെയ്യാനുണ്ടാവില്ല. കാരണം ആൾക്കാരൊന്നും പുതിയ ആപ്പിൽ ഡൗൺലോഡ് ചെയ്യില്ല അൺലെസ് ഇറ്റ്സ് ദാറ്റ് വാല്യുബിൾ. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് MVP ആണ്, മിനിമം വയബിൾ. മിനിമത്തിൽ എനിക്കിത് എങ്ങനെ ചെയ്യാൻ പറ്റും ഏറ്റവും ചെലവ് കുറച്ചിട്ട്. അങ്ങനെ ആ MVP വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പ് എടുക്കാം, കസ്റ്റമേഴ്സ് ഒക്കെ ആയി കഴിഞ്ഞാൽ. അപ്പൊ അതിന് ഇത് കറക്റ്റ് എക്സാമ്പിൾ അല്ല നമ്മളെ വാട്സാപ്പ് ഗ്രൂപ്പ്. പക്ഷെ നമ്മൾ എല്ലാതരം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുവരാൻ ഏറ്റവും ഈസിയസ്റ്റ് വേർഷൻ അതായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തിയതാണ്. ഹലോ, ഒരു ജ്വല്ലറി വെബ്സൈറ്റ് ഷോപ്പിഫൈയിൽ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ലിമിറ്റേഷൻ എന്താണ് വരുന്നത്? ലിമിറ്റേഷൻ പറയുമ്പോൾ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്തെങ്കിലും ലിമിറ്റേഷൻ, ഇപ്പം നമ്മൾ ഒരു സ്ക്രാച്ചിൽ നിന്ന് ഉണ്ടാക്കുന്നതും ഷോപ്പിഫൈയിൽ ചെയ്യുമ്പോൾ ഷോപ്പിഫൈയിൽ ഇപ്പം സബ്സ്ക്രിപ്ഷൻ ഉണ്ടല്ലോ, എന്നാലല്ലേ വർക്ക് ചെയ്യുള്ളൂ. അതേപോലെ എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ടോ? കാരണം ഒരു ജ്വല്ലറി ആവുമ്പോൾ ഇപ്പം AR VR ഒക്കെ ഫ്യൂച്ചറിലേക്ക് വരാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ലെൻസ് കാർട്ടൊക്കെ കൊണ്ടുവന്നുള്ളത്. സോ അതേപോലെ എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഇപ്പം ഷോപ്പിഫൈയിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഷോപ്പിഫൈയിൽ ഞാൻ ചെയ്ത കാര്യം പറഞ്ഞുതരാം. ഞാൻ ഖത്തറിൽ ഏറ്റവും ലാർജസ്റ്റ് ഓൺലൈൻ ഫാർമസി ബിൽഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങളല്ലായിരുന്നു ഫസ്റ്റ് ഓൺലൈൻ ഫാർമസി. ഞങ്ങൾ വരുന്നതിന്റെ മുമ്പ് നമ്മളെക്കാളും ബെറ്റർ ആയിട്ടുള്ള 2 പ്ലെയേഴ്സ് ഓൺലൈനിൽ കളിക്കുകയും ചെയ്യുന്നത്. പക്ഷെ വി വർ ഏബിൾ ടു ബീറ്റ് ദം ജസ്റ്റ് ബിക്കോസ് ഓഫ് ഷോപ്പിഫൈ. ഇപ്പം ആസ് ഓഫ് ദ മൊമെന്റ് ആ 2 പേരും ഷോപ്പിഫൈയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. കാരണം കൂടി പറഞ്ഞുതരാം. അവർക്ക് എന്ത് ചെയ്യണമെങ്കിലും അവരെ ഡെവലപ്പറോട് ചോദിക്കണം. ഇറ്റ് ടേക്സ് അറ്റ്ലീസ്റ്റ് 6 months ഫോർ ദം ടു ഷിപ്പ് എ ഫീച്ചർ. എനിക്ക് ബേസിക്കലി 5 മിനിറ്റ് മതി. കാരണം ഷോപ്പിഫൈയിൽ അത്രയും കൂടുതൽ ഫീച്ചേഴ്സ് ഉണ്ട്, അത്രയും കൂടുതൽ ആപ്സ് ഉണ്ട്. അപ്പൊ എന്ത് ഫീച്ചർ ആലോചിച്ച് കഴിഞ്ഞാലും അത് അവൈലബിൾ ആയിരിക്കും ഷോപ്പിഫൈയിൽ. 10,000 ആപ്സ് ഉണ്ട് ഷോപ്പിഫൈയിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയ. സോ സ്പീഡാണ് ഷോപ്പിഫൈ തരിക. ആൻഡ് ഒരിക്കലും ഒരു ഡെവലപ്പറോട് സംസാരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നേരെ പോയി അത്യാവശ്യം തലയിൽ ആൾതാമസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു ഫൗണ്ടർക്ക് എല്ലാം ചെയ്യാം ഷോപ്പിഫൈയിൽ. അതാണ് ഷോപ്പിഫൈന്റെ അഡ്വാൻറ്റേജ്. ഇതുവരെ എനിക്ക് ഷോപ്പിഫൈയിൽ ഒരു ബോട്ടിൽ നെക്ക് ലിമിറ്റേഷൻസ് വന്നിട്ടില്ല. ഇനി അങ്ങോട്ട് വരുമോ എന്നൊക്കെ അറിയില്ല. പിന്നെ അവിടെ ഷോപ്പിഫൈയിൽ ഞാൻ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടുപിടിച്ചപ്പോൾ അത് വെച്ച് ഞാൻ 2 ആപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം അങ്ങനത്തെ ഒരു ആപ്പ് ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ. സോ ബോട്ടിൽ നെക്സ് വന്നു കഴിഞ്ഞാൽ അത് ഓപ്പർച്യൂണിറ്റി ആണ് എന്നുള്ളതും പറയാണ് ഇതിന്റെ കൂടെ. താങ്ക് യു. സ്പീഡാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നിങ്ങൾ ഷോപ്പിഫൈ ഓർ സ്റ്റോർ.ലിങ്ക് ഓർ എനി സാസ് പ്ലാറ്റ്ഫോം, വേറെ സാസ് പ്ലാറ്റ്ഫോംസ് ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ സാധനങ്ങളൊക്കെ ലിസ്റ്റ് ഉണ്ടെങ്കിൽ ഗൂഗിൾ ഷീറ്റോ എക്സലോ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 മിനിറ്റിനോട് സ്റ്റോർ.ലിങ്ക് വെച്ചിട്ട് വെബ്സൈറ്റ് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ. അപ്പൊ എന്ത് സംഭവിക്കും? നമുക്ക് പെട്ടെന്ന് മൂവ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളെ കോമ്പറ്റീറ്റേഴ്സിന് പറ്റില്ല. കാരണം അവർക്ക് എപ്പോഴും മീറ്റിംഗ് ഇരിക്കേണ്ടി വരും. ഓക്കെ, അത് ക്ലിയർ ആയി വിചാരിക്കുന്നു. വേറെന്താ അറിയണ്ടത്? ഹലോ സാർ.
യെസ്, നിഷാദ്. സ്വന്തമായിട്ട് ഒരു പ്രൊഡക്റ്റ് ഇല്ലാത്ത ഒരാൾക്ക് ഇ കോമേഴ്സിലോട്ട് എങ്ങനെയാണ് അതിന്റെ സാധ്യതകൾ? സ്വന്തമായിട്ട് നമുക്ക് പ്രൊഡക്റ്റ് ഇല്ല, പക്ഷെ ഇ കോമേഴ്സിലോട്ട് വരണം. സ്വന്തമായിട്ട് പ്രൊഡക്റ്റ് ഇല്ല. ഫോർ എക്സാമ്പിൾ ഇപ്പം ഫുൾവ ഒരു എക്സാമ്പിൾ ആണ്. ഫുൾവ ആണെങ്കിലും ടാഡ.കിഡ്സ് ആണെങ്കിലും ഇവർക്ക് രണ്ടുപേർക്കും സ്വന്തമായിട്ടുള്ള പ്രൊഡക്റ്റ് ഇല്ല. അവർ പുറത്തുനിന്ന് സാധനം എടുത്തിട്ട് അതിമേല് ബ്രാൻഡിങ് ചെയ്തിട്ടാണ് അവർ വിറ്റത്. അപ്പൊ വേറെ ആരെങ്കിലും പ്രൊഡക്റ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ഓൺലൈനിൽ വിൽക്കാം. പിന്നെ ബാക്ക്വേർഡ് ഇന്റഗ്രേഷൻ ചെയ്യുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആസ് ഓഫ് ദ മൊമെന്റ് ഫുൾവ സ്വന്തം ഫാക്ടറി സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഡേ 1 അവർക്ക് ഫാക്ടറി ഇല്ല. അവര് നേരെ പോയിട്ട് പിന്നെ എന്താ പറയാ ഹലുവന്റെ സ്ട്രീറ്റിൽ പോയിട്ട് ഹലുവ വാങ്ങിച്ച് ബ്രാൻഡ് ചെയ്ത് അവരെ പേരിൽ ഇറക്കി. അതാണ് അവർ ആദ്യം ചെയ്തത്. പക്ഷെ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ ആദ്യം ഫാക്ടറി സെറ്റപ്പ് ചെയ്തിട്ടാണ് പ്രൊഡക്റ്റ് ഇറക്കുക. പക്ഷെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് വേറെ ആരെങ്കിലും പ്രൊഡക്റ്റ് നമ്മളെ പേരിൽ ബ്രാൻഡ് ചെയ്തെടുക്കാം. അപ്പൊ ഈവൻ ടാഡ.കിഡ്സ് ആണെങ്കിൽ അവര് നെയിം സ്ലിപ്പ് പ്രിന്റ് ചെയ്തത് പുറത്തിനാണ്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു പുറത്തിനാണ് പ്രിന്റ് ചെയ്യുന്നത്. ആസ് ഓഫ് ദ മൊമെന്റ് ആൾസോ അവർ പുറത്തിനാണ് പ്രിന്റ് ചെയ്യുന്നത്. പക്ഷെ അവർ ബ്രാൻഡ് ബിൽഡ് ചെയ്തു. എന്നിട്ട് ബാക്ക്വേർഡ് ഇന്റഗ്രേഷൻ ചെയ്യുക. ബാക്കി മാനുഫാക്ചറിങ് പിന്നെ ഫിഗർ ഔട്ട് ചെയ്യുക. ഓക്കെ. ഒരു ഫുഡ് പ്രോഡക്ട്സ് ഒക്കെ ആണെങ്കിൽ അതിന് ലൈസൻസ് ഒക്കെ വേണ്ടി വരില്ലേ? ഫുഡ് പ്രൊഡക്ട്സ് ആണെങ്കിൽ എനിക്കൊന്ന് FSSAI ആ ഒരു ലൈസൻസ് മാത്രം മതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ റീബ്രാൻഡ് ചെയ്ത് വിൽക്കുന്നതിനും ലൈസൻസ് ആവശ്യം വരുന്നുണ്ടോ? എങ്ങനെയാണത്? അതെനിക്ക് കറക്റ്റ് അറിയില്ല. നമ്മളെ കമ്മ്യൂണിറ്റി ചോദിച്ചാൽ എനിക്കൊരു വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ ഞാൻ കമ്മ്യൂണിറ്റി ചോദിച്ചിട്ട് പറഞ്ഞുതരാം. കാരണം ഞാൻ ഡയറക്ട്ലി ചെയ്യുന്നില്ല. പക്ഷെ ഫുൾവന്റെ ഫൗണ്ടേഴ്സിനെ ചോദിച്ചു കഴിഞ്ഞാൽ വിൽ ഗെറ്റ് an ഐഡിയ. ആക്ച്വലി ഫുഡ് പ്രൊഡക്ട്സിൽ പാക്കേജിംഗ് ലൈസൻസ് വേണ്ടി വരും അല്ലേ? പാക്കേജിംഗ് ലൈസൻസ് ഉണ്ട്. ഓക്കെ. പാക്കേജിങ്ങിന് ഒരു ലൈസൻസ് ഉണ്ട്. അതെ, പാക്കേജിംഗിൽ ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമുക്ക് ലൈസൻസ് വേണം. ഓക്കെ. അതായത് ബേസിക്കലി MVP എന്ന് പറയുമ്പോൾ മിനിമം വയബിൾ പ്രൊഡക്റ്റ് ആണ്. അതായത് മിനിമത്തിൽ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും, അതിന് ലൈസൻസ് വേണമെങ്കിൽ ലൈസൻസ് എടുക്കണം. പക്ഷെ ഇനീഷ്യലി നമ്മൾ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിലൊക്കെ നോക്കുമ്പോൾ നമുക്കൊന്ന് ട്രയൽ അടിച്ചു നോക്കാം. ഞാൻ എപ്പോഴും അതാ പറയാ, ട്രയൽ അടിച്ചു നോക്കുക. എന്നിട്ട് ഇതിന് ആൾക്കാരുണ്ടെങ്കിൽ ദെൻ ഗോ അഹെഡ് വിത്ത് അതർ സ്പെൻഡിങ്. യെസ്, സോരോ ക്ലിയർ ആയി കേൾക്കും. ഷബീബ്, യെസ് ഷബീബ് പറയൂ. ഷോപ്പിഫൈയിൽ ഒരു A to Z തീരുമ്പോൾ നമുക്ക് എത്ര കോസ്റ്റ് വരുന്നുണ്ട്? ഓക്കെ. ഇത് പലരും എന്നോട് ചോദിക്കുന്നതാണ്. ഇപ്പൊ നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഷോപ്പിഫൈ ചെയ്യാൻ പറ്റും. നമുക്ക് അത്യാവശ്യം ഡിസൈനിങ് സ്കിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഷോപ്പിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് ഈവൻ 10 ലക്ഷം വരെ ഷോപ്പിഫൈ വെബ്സൈറ്റ് സെറ്റപ്പ് ചെയ്യുന്നതിന് ചാർജ് ചെയ്യുന്ന ഏജൻസീസും ഉണ്ട്. പക്ഷെ അവരെ ഡിസൈനിങ് സ്കിൽസ് വേറെ ആയിരിക്കും. പക്ഷെ നമ്മള് ആസ് ഓഫ് നോ നമ്മളെ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ 2000 രൂപയാണ് കോഴ്സിന്. ആ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ 10 ദിവസം കൊണ്ട് നിങ്ങളെ ഷോപ്പിഫൈ വെബ്സൈറ്റ് റെഡി ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഒരു ഫ്രീലാൻസ് ഡിസൈനർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം കാണാൻ കോലുള്ള ഒരു വെബ്സൈറ്റ് ആയിരിക്കും. സോ ഏത് റേറ്റിനും നിങ്ങൾക്കത് പുറത്തിന് ചെയ്യിപ്പിക്കാം. പക്ഷെ സ്വയം ചെയ്യാം. അതിലൊന്നും വലിയ ഒരു ഡിസൈനർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഷോപ്പിഫൈ സെറ്റപ്പ് ചെയ്യാം. ഞാൻ ചോദിക്കുന്നത്, നമുക്ക് ഇപ്പോൾ ഡൊമൈൻ സ്പേസ് അല്ലെങ്കിൽ ഷോപ്പിഫൈക്ക് അവർക്കായിട്ട് പേയ്മെന്റ് മന്ത്ലി അല്ലെങ്കിൽ ഇയർലി ചാർജ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഷോപ്പിഫൈ അതായത് നിങ്ങൾ ഡൊമൈൻ പർച്ചേസ് ചെയ്യുക. ഡൊമൈനിന് മേ ബി എനിക്ക് ഒന്ന് $10 $12 $10 to $15 ആയിരിക്കും ഡൊമൈനിന്, നോർമൽ ഡൊമൈനിന്. അത് ഇയർലി ആണ്. ഷോപ്പിഫൈക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അറൌണ്ട് 2000 പെർ മന്ത്. പിന്നെ 2% ഓഫ് ദ ഓൺലൈൻ ട്രാൻസാക്ഷൻ. പിന്നെ സാർ രണ്ട് ആപ്പ് ഉണ്ടാക്കിയല്ലോ, അതിനെ പറ്റി ഡിസ്കസ് പറയാൻ പറ്റുമോ? ഞാൻ ബ്രീഫ് ആയിട്ട് പറയാം, കാരണം ഇവിടെ എത്രത്തോളം റെലവെന്റ് അറിയില്ല. വളരെ ടെക്കാണ്. ബേസിക്കലി ഹൈപ്പർ ലോക്കൽ ക്യുക്കമേഴ്സ് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ടല്ലോ, അതായത് സൊമാറ്റോ, സ്വിഗ്ഗി ഒക്കെ. ഇതിനൊക്കെ ലൊക്കേഷൻ ബേസ്ഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുക. അപ്പൊ ഈ ലൊക്കേഷൻ ഫെച്ച് ചെയ്യുന്ന ഒരു ഫീച്ചർ ഷോപ്പിഫൈയിൽ ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ബ്രീഫ് ആയിട്ട് കാണിച്ചു തരാം എന്താ. ഈ ലൊക്കേഷൻ ഫെച്ച് ചെയ്യുന്ന ഫീച്ചർ ഷോപ്പിഫൈ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു ആപ്പ് ഉണ്ടാക്കി. നമ്മളൊരു ക്ലയന്റിന് റിക്വയർമെന്റ് ഉണ്ടായിരുന്നു,
സോ ആ ക്ലയന്റിന് വേണ്ടി ആ ആപ്പ് ഉണ്ടാക്കി ആൻഡ് ദെൻ വി ഗേവ് ഇറ്റ് ടു അതർ ക്ലയൻസ്. ആ റിക്വയർമെന്റ് മനസ്സിലാക്കിയപ്പോൾ. സോ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ബേസിക്കലി ഇത് ലൊക്കേഷൻ, കസ്റ്റമറെ ലൊക്കേഷൻ ടച്ച് ചെയ്യാനുള്ള ആപ്പാണ്. 1 hour ഡെലിവറി അച്ചീവ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള സ്റ്റോറുകൾക്ക് ദിസ് ആപ്പ് ഇസ് മാൻഡേറ്ററി. കാരണം ഈ കസ്റ്റമറെ ലൊക്കേഷൻ ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കോസ്റ്റ് കൂടും. ഒരു ഡ്രൈവർക്ക് ചിലപ്പം 1 മണിക്കൂറിന് 2 ഡെലിവറി ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ലൊക്കേഷൻ കിട്ടാത്തത് കാരണം ഓന് 1 ഡെലിവറി ചെയ്യാൻ പറ്റുള്ളൂ. 1 ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ 1 ഡെലിവറിന്റെ കോസ്റ്റ് അത്രയും ഹൈ ആയിരിക്കും. അതാണ് ബേസിക്കലി നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഓപ്പറേഷണൽ കോസ്റ്റ് റിഡ്യൂസ് ചെയ്യും ഈ ആപ്പ് ഉണ്ടെങ്കിൽ. അതൊരു ആപ്പ്. അതേപോലെ നമ്മൾ വേറൊരു ആപ്പും കൂടി ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഡെലിവറി ടീംസിലേക്ക് പെട്ടെന്ന് ഓർഡേഴ്സ് ഫോർവേഡ് ചെയ്യാൻ പറ്റിയൊരു ആപ്പ്. അപ്പൊ അതൊക്കെ ബേസിക്കലി നമ്മൾ ഇങ്ങനെ ഓരോ സാധനങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യും. ഓക്കെ, ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലം കണ്ടുപിടിച്ചാൽ അതിനുള്ള സൊല്യൂഷൻ ഒരു ആപ്പ് ആയിരിക്കും ഷോപ്പിഫൈയില്. അതൊക്കെ നമ്മൾ ഓരോ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഓക്കെ ഇതൊരു വലിയ പ്രോബ്ലം ആണെന്നുള്ളത്. ഞാൻ കംപ്ലീറ്റ്ലി ഒരു PNL ഓൺലൈൻ സ്റ്റോറിന്റെ PNL മാനേജ് ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെ പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഡ്രൈവേഴ്സിന്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ അവിടെ കൂടുതൽ പ്രോഫിറ്റ് മാർജിൻസ് പെർ ഓർഡർ വരും. കാരണം ഒരു ഡ്രൈവർ നമുക്ക് ചെയ്തിരുന്നത് 10 മണിക്കൂറിൽ 10 ഡെലിവറീസ് ആണ്. നമ്മൾ ഈ ആപ്പ് ഇട്ടതോടുകൂടി 10 മണിക്കൂറിൽ 13 ഡെലിവറി. അതായത് സെയിം കോസ്റ്റിൽ നമുക്ക് 3 അഡീഷണൽ ഡെലിവറി കൂടി ചെയ്യാൻ പറ്റി. ബിക്കോസ് വി വർ ഏബിൾ ടു ഫെച്ച് ലൊക്കേഷൻ. കാരണം കസ്റ്റമർക്ക് ഈ ലൊക്കേഷൻ ഇല്ലെങ്കിൽ പലപ്പോഴും കറക്റ്റ് സ്ഥലത്ത് എത്താൻ പറ്റില്ല, റൂട്ട് പ്ലാൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ പ്രോബ്ലം ആണ് നമ്മൾ അവിടെ സോൾവ് ചെയ്തത്. ഇത് ബേസിക്കലി നമ്മളിപ്പം സൊമാറ്റോ ഒക്കെ എടുക്കുമ്പോൾ നമ്മളെ ലൊക്കേഷൻ കൊടുക്കുന്നുണ്ടല്ലോ. ഫസ്റ്റ് ലൊക്കേഷൻ കൊടുത്തിട്ടാണല്ലോ ബാക്കിയൊക്കെ വരിക. അപ്പൊ ആ ഫീച്ചറാണ്. ആ ഫീച്ചർ ഷോപ്പിഫൈയിൽ ഇല്ലായിരുന്നു. സോ അതിന്റെ മുകളിൽ നമ്മളൊരു ആപ്പ് ബിൽഡ് ചെയ്തു ആ ഫീച്ചർ ഷോപ്പിഫൈയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതേപോലെ 10,000-കണക്കിന് ആപ്പുകൾ ഷോപ്പിഫൈന്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഷോപ്പിഫൈ ചെയ്യുമ്പോൾ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. കാരണം എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ടാവും. ഇനി സൊല്യൂഷൻ ഇല്ലാത്ത സാധനമാണെങ്കിൽ അതൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഞങ്ങൾ ചെയ്ത പോലെ. ഇതിന് എത്ര പെയ്ഡ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഈ ആപ്പില്? ഈ ആപ്പില് പെയ്ഡ് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് തോന്നുന്നു ആപ്പ് ആസ് ഓഫ് നോ $800 MRR. ആക്ച്വലി ഞാൻ ആപ്പ് മേൽ ഫോക്കസ് ചെയ്യുന്നില്ല. ഞാൻ ഇ-കോം ഷോമേലാണ് ഫോക്കസ്. എന്റെ കോഫൗണ്ടർ ആണ് ആപ്പ് മേൽ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ എന്റെ ഇത് വെച്ചിട്ട് 15 പെയ്ഡ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും. കാരണം 8 റിവ്യൂസ് തന്നെ ഉണ്ട്. ഒരു 15 അറൌണ്ട് $800 ആണ് നമ്മളെ മന്ത്ലി റവന്യൂ ആപ്പിന്. ഓക്കെ. ഹലോ. യെസ്. ടെക്നിക്കലി എനിക്ക് തോന്നിയതാണ്, വെറുതെ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിച്ചതാണ്. നിങ്ങൾ ബിൽഡ് ചെയ്തത് ഗൂഗിൾ മാപ്പ് വെച്ചിട്ടാണോ അതോ വേറെ എന്തെങ്കിലും ഓപ്പൺ സോഴ്സ് സാധനം വെച്ചിട്ടാണോ മാപ്പ് ബിൽഡ് ചെയ്തത്? ഇത് ഗൂഗിൾ മാപ്പാ. ഇപ്പം ആസ് ഓഫ് നോ ഗൂഗിൾ മാപ്പ് ആണ്. പക്ഷെ നമ്മൾ ഹിയർ മാപ്സ് പറഞ്ഞിട്ട് വേറൊരു മാപ്പ് ഉണ്ട്. ഗൂഗിൾ മാപ്പിന് എനിക്കൊന്ന് പകുതിയൊക്കെ റേറ്റ് വരുള്ളൂ. അപ്പൊ അതിന്റെ അകത്തേക്ക് മൈഗ്രേറ്റ് ചെയ്തോണ്ട്. അല്ലെ, എനിക്കൊരു സജഷൻ ഉള്ളത്, അവിടെ ഗൂഗിൾ മാപ്സിലാണെങ്കിൽ നിങ്ങൾ ഹിയർ മാപ്സ് പോലെ അല്ലാതെ മാപ്പ് ബോക്സ് എന്തെങ്കിലും യൂസ് ചെയ്തൂടെ? അതാകുമ്പോൾ ഓപ്പൺ സ്ട്രീറ്റ് മാപ്പാണ്. നിങ്ങൾക്ക് ബാക്കി ലൊക്കേഷൻ ഡേറ്റയിലൊക്കെ എന്തെങ്കിലും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മാപ്പ് ബോക്സിൽ റിഫ്ലക്റ്റും ചെയ്യും. അപ്പം കമ്മ്യൂണിറ്റിക്കും ഗുണമാണ്. അല്ലെ, എനിക്ക് സജഷൻ തോന്നിയതാണ്. ഞാൻ ഈ ഓപ്പൺ സ്ട്രീറ്റ് മാപ്പിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പം നിങ്ങൾക്കും ഗുണമുണ്ട്, കമ്മ്യൂണിറ്റിക്കും ഗുണമുണ്ട്, എല്ലാവർക്കും ഗുണമുണ്ട്. കാരണം ആമസോണൊക്കെ യൂസ് ചെയ്യുന്നത് ഓപ്പൺ സ്ട്രീറ്റ് മാപ്പാണ്. ഞാൻ ആമസോണിൽ ഡെലിവറി പറഞ്ഞോളൂ. ഈ ആമസോണിൽ ഡെലിവറിക്ക് അവർ യൂസ് ചെയ്യുന്നത് ആദ്യം ഹിയർ മാപ്സ് ആയിരുന്നു. ഞാൻ ഈ ഡെലിവറിക്കൊക്കെ പോകുന്ന ടൈമിൽ പിന്നെ കുറച്ച് അവര് ഓപ്പൺ സ്ട്രീറ്റ് മാപ്പിലേക്ക് ചെയ്യുക ചെയ്തു. ടൊമാറ്റോ എല്ലാം അണ്ടർലൈനിൽ യൂസ് ചെയ്യുന്ന ലെയർ ഓപ്പൺ സ്ട്രീറ്റ് മാപ്പാണ് അവര്. എന്നാ അവര് യൂസ് ചെയ്യുന്നത് നമുക്ക് ഡെഫിനറ്റ്ലി യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ആ സമയത്ത് നമുക്ക് ഗൂഗിൾ മാപ്സ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ ഈസി ആയിരുന്നു. അത് ഇന്റഗ്രേറ്റ് ചെയ്തു. എന്നിട്ട് ബേസിക്കലി നമ്മൾ ചെയ്തത് ഓരോ ക്ലയന്റിനും ഗൂഗിൾ മാപ്സ് അക്കൗണ്ട് വേണം. പക്ഷെ ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ സിസ്റ്റം മാറ്റി ഹിയർ മാപ്സ് ഫിഗർ ഔട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഓപ്പൺ സ്ട്രീറ്റ് മാപ്സ് അത് എന്താ പറയുക എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പോ ഇനി നിങ്ങൾ പറഞ്ഞതുകൊണ്ട് പിന്നെന്ത് പോയിട്ട് CTOനെ വിളിച്ച് പറയണം ഓപ്പൺ സ്ട്രീറ്റ് മാപ്സ് നോക്കാൻ.
മാപ്പ് Yeah. ബോക്സ് എന്ന് പറഞ്ഞൊരു ടൂൾ Thank ഉണ്ട്. you. കാര്യം നമ്മുടെ ഈ ഫേസ്ബുക്ക് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അത് കാര്യം കുറച്ചുകൂടി എളുപ്പമാണ്. ഇത് എനിക്ക് തോന്നുന്നു ആ കോസ്റ്റിൽ ഭയങ്കരമായിട്ട് കട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഗൂഗിൾ മാപ്സിനെക്കാളും നല്ല കോസ്റ്റ് കട്ട് ചെയ്യാൻ പറ്റും. കോസ്റ്റ് ഇപ്പൊ നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ ക്ലയന്റിന് അക്കൗണ്ട് വേണം. ആക്ച്വലി അവിടെ ഒരു ഫ്രിക്ഷൻ ഉണ്ട്. കാരണം ക്ലയന്റിന് ഗൂഗിൾ മാപ്പിൽ രജിസ്റ്റർ ചെയ്ത് അവർ ക്രെഡിറ്റ് കാർഡ് കൊടുത്തിട്ടൊക്കെ വേണം നമ്മൾ ആപ്പ് ആക്ടിവേറ്റ് ചെയ്യാൻ. സോ ഹിയർ മാപ്സ് ആണെങ്കിൽ നമ്മൾ തന്നെ ബില്ല് ചെയ്യാന്നില്ലായിരുന്നു പ്ലാൻ. പക്ഷെ എനിക്കൊന്ന് ഇപ്പൊ ഓപ്പൺ സ്ട്രീറ്റ് മാപ്സ് അതിപ്പോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ റൈറ്റ് ടൈമാണ്. സോ ഓപ്പൺ സ്ട്രീറ്റ് മാപ്സ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. പ്രോബബ്ലി അവിടെ ക്ലയന്റിനും കോസ്റ്റ് കട്ട് ചെയ്യാൻ പറ്റും, നമുക്കും കോസ്റ്റ് കട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, സോ ഞാൻ പറഞ്ഞു തന്നെ ഷോപ്പിഫൈയില് പിന്നെ 10,000 ആപ്പ് ഉണ്ട്. അപ്പം അതിന്റെ അകത്ത് എല്ലാത്തിനുള്ള സൊല്യൂഷനും ഉണ്ട്. ഈ ഷോപ്പിഫൈന്റെ മുകളിലുള്ള ഒരു $1 ബില്യൺ കമ്പനിയാണ് ക്ലാവിയോ ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ട്. ജസ്റ്റ് അത് പറഞ്ഞപ്പോ നിങ്ങൾക്ക് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കാണിച്ചു തരാണ്, ഇങ്ങനൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നല്ലേ. അതായത് ഷോപ്പിഫൈ ഓൾറെഡി ഇറ്റ്സ് എ $100 ബില്യൺ കമ്പനി. അതിന്റെ മുകളിൽ ഉണ്ടാക്കിയ $1 ബില്യൺ കമ്പനിയാണ് ക്ലാവിയോ. അതേപോലെ നമ്മളെ തന്നെ കമ്മ്യൂണിറ്റിയിലെ സോക്കോ എന്ന് പറഞ്ഞ ഒരു ടൂൾ ഉണ്ട്. അവര് they do $3 million in revenue every year with 18 people. ഇതേപോലെ നമ്മളെ കമ്മ്യൂണിറ്റി തന്നെ ഒരു 10ഓളം ആൾക്കാർ ആപ്പ് ബിൽഡ് ചെയ്ത ആൾക്കാരുണ്ട്. സോ ഹു ഓൾ ആർ മേക്കിംഗ് $millions. ചെറിയ ടീം വെച്ച്, ലീൻ ടീംസിനെ വെച്ചിട്ട്. സോ അതിൻ്റെ അകത്ത് ഒരു എക്സാമ്പിൾ ആണ് സോക്കോ. മേ ബി ദ നെക്സ്റ്റ് എക്സാമ്പിൾ ഈസ്, ഇതൊക്കെ മലയാളികൾ കേട്ടോ. സോക്കോ, ആപ്പ് മേക്കർ ഈസ് അനദർ എക്സാമ്പിൾ. അതായത് 5 മിനിറ്റ് നിങ്ങൾക്ക് ഒരു ഷോപ്പിഫൈ സ്റ്റോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ ആപ്പ് ബിൽഡ് ചെയ്യാം. ഹെലിക്സോ ഈസ് അനദർ എക്സാമ്പിൾ. ഇതൊക്കെ മലയാളികൾ ബിൽഡ് ചെയ്താ. 30,000 ഷോപ്പിഫൈ സ്റ്റോഴ്സ് യൂസ് ചെയ്യുന്ന ആപ്പാണ്. ഈ ഒരു ഡെവലപ്പർക്ക് 30,000 സ്റ്റോഴ്സ് ഉണ്ട്. 30,000 വേൾഡ് വൈഡ് സ്റ്റോഴ്സ്, ഷോപ്പിഫൈ സ്റ്റോഴ്സ് ആപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ എനിക്ക് തോന്നുന്നത് മലയാളികൾ ഉണ്ടാക്കിയ ഒരു 10-15 ആപ്പ് ഉണ്ട് ഷോപ്പിഫൈയിൽ, വിച്ച് ഓൾ ആർ ഡൂയിങ് വെരി വെൽ. ഓക്കെ, അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു പോയതാട്ടോ. റെലവെന്റ് ആണോ എന്ന് അറിയില്ല. എല്ലാരും കയ്യൊക്കെ അടിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ കുറച്ച് റെലവെന്റ് ആയി തോന്നുന്നു. ഓക്കെ, വേറെന്താ അറിയണ്ടത്? ഈ ഒരു ഇ കമേഴ്സ് ഏരിയയില് ഷോപ്പിഫൈ ഇ കമേഴ്സ് സ്റ്റോർ.ലിങ്ക് കോഴിക്കോട്ടുകാരതാണ്. അതിന്റെ അകത്തുണ്ട് 15,000 സ്റ്റോഴ്സ് വേൾഡ് വൈഡ്. സ്റ്റോർ.ലിങ്ക് എന്നുള്ള പ്ലാറ്റ്ഫോമിന്റെ മുകളിലാണ് അവരെ ഇ കമേഴ്സ് സ്റ്റോഴ്സ് റൺ ചെയ്യുന്നത്. ഈസി ആയിട്ട് ആർക്കും ചെയ്യാൻ പറ്റിയ, ആർക്കും ഓൺലൈൻ സ്റ്റോർ ചെയ്യാൻ പറ്റും സ്റ്റോർ.ലിങ്കിലൊക്കെ ചെയ്യുകയാണെങ്കിൽ. ഷോപ്പിഫൈ ഒക്കെ കുറച്ചൊരു എന്താ പറയാ കോംപ്ലക്സിറ്റി ഉണ്ട് സ്റ്റോർ.ലിങ്ക് വെച്ച് നോക്കുമ്പോൾ. സ്റ്റോർ.ലിങ്ക് ആ കൂടി 5 മിനിറ്റ് മതി. ഗൂഗിൾ ഷീറ്റ് അറിയെങ്കിൽ ഈസി ആയിട്ട് സ്റ്റോർ സെറ്റപ്പ് ചെയ്യാം. 6 people, again another $1 million കമ്പനി, മലയാളി. ഈ പറഞ്ഞ ആൾക്കാരൊക്കെ പോഡ്കാസ്റ്റ് എപ്പിസോഡുകൾ നമ്മളെ യൂട്യൂബ് ചാനലിലുണ്ട് കേട്ടോ. യു കെൻ ഗോ വാച്ച്. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഐഡിയ കിട്ടും എങ്ങനെയാണ് ആ ഫീൽഡൊക്കെ വർക്ക് ചെയ്യുന്നത്. ഹലോ സർ. യെസ്, നബീൽ കയ്യൊക്കെ. റിയാസ് സംസാരിക്കുന്നു. ഓക്കെ, റിയാസ് പറയൂ. അതെ, സാർ എന്ന് പറയണ്ട, എന്റെ ഷാൻ എന്ന് വിളിച്ചാൽ മതി കേട്ടോ. സാറിന്റെ തീരെ ഇഷ്ടമല്ലാത്ത ഓക്കെ സർ. ഓക്കെ, ഈ ഷോപ്പിഫൈയില് നമ്മളൊരു പ്രൊഡക്റ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ അപ്ലോഡിംഗ് ആണ് ഏറ്റവും വേറൊരു പ്രശ്നം എന്ന് വെച്ചാല്, ഈ അപ്ലോഡിങ് പ്രൊഡക്റ്റ് അപ്ലോഡ് ചെയ്യുക അല്ലെങ്കിൽ പ്രൈസ് അപ്ലോഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. അപ്പം അതിന് സെയിം ടൈം തന്നെ നമുക്ക് ഈ ഫ്ലിപ്കാർട്ട്, ആമസോൺ അതുപോലെ ഉള്ള ഇ കൊമേഴ്സ് സൈറ്റിലും കൂടെ ആ പ്രൊഡക്റ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? എല്ലാ സ്ഥലത്തും കൂടെ ഒരുമിച്ച് അപ്ലോഡ് ചെയ്യാം അല്ലെ? പക്ഷെ ഇതൊക്കെ വൺ ടൈം അപ്ലോഡ് അല്ലേ? ഒരു പ്രാവശ്യമല്ലേ നിങ്ങൾ അപ്ലോഡ് ചെയ്യുള്ളൂ? അതെ, വൺ ടൈം അപ്ലോഡ് ആണ്. എന്നാലും ഈ ഉള്ള സൈറ്റിലൊക്കെ നമ്മൾ ഷോപ്പിഫൈ അപ്ലോഡ് ചെയ്യുമ്പോൾ അറ്റ് എ ടൈം തന്നെ നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട് അതുപോലെയുള്ള മറ്റ് പ്ലാറ്റ്ഫോമില് സംഭവം ഉണ്ടെങ്കിൽ നന്നായിരിക്കും ഞാൻ പറയുകയാണ്. ഇപ്പൊ നമുക്ക് എന്തായാലും സാധനം സെല് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം
ഒരു സ്പീഡപ്പ് ആക്കി അപ്ലോഡിങ് ആണ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒരു ഈ ഫ്ലിപ്കാർട്ട് ആമസോണിലൊക്കെ കുറച്ചൊരു പ്രോബ്ലം ആയിട്ട് നിൽക്കുന്നത് ഈ അപ്ലോഡിങ് ആണ്. ആണോ? എനിക്ക് അത്ര അറിയില്ല. പക്ഷെ ബേസിക്കലി അതിനൊരു ടൂൾ ഉണ്ട്, യൂണിക്കമേഴ്സ് ഒക്കെ യൂസ് ചെയ്താൽ മതി. യൂണിക്കമേഴ്സ് വെച്ചിട്ട് എല്ലാ പ്ലാറ്റ്ഫോമിലും ഒരുമിച്ച് മാനേജ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. നമ്മളെ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരൊക്കെ യൂണിക്കമേഴ്സ് എനിക്ക് തോന്നുന്നു സെമി സേഫ് ആണ് ഏറ്റവും കൂടുതൽ യൂണിക്കമേഴ്സ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഷോപ്പിഫൈയിലാണോ ആ ഒരു ടൂൾ ഉള്ളതോ? ടൂള് അല്ലല്ല, അത് പുറത്തുള്ള ടൂളാ. അതായത് പിന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം, യൂണിക്കമേഴ്സ് എടുക്കുക, പിന്നെ അതിന്റെ അകത്ത് നിങ്ങൾക്ക് ഷോപ്പിഫൈയും ആമസോണും ഫ്ലിപ്കാർട്ടും ഒക്കെ മാനേജ് ചെയ്യാന്ന് മനസ്സിലാക്കി. ഞാൻ തന്നെ യൂസ് ചെയ്തിട്ടില്ല. സോ അതിനകത്ത് ഇൻഡെപ്ത് ആയിട്ട് പറയാൻ അറിയില്ല. പക്ഷെ അങ്ങനത്തെ ടൂൾസ് അവൈലബിൾ ആണ്. പക്ഷെ വൺ ടൈം അപ്ലോഡ് ഒരു പ്രശ്നമില്ല. ഇത് സ്ഥിരമായിട്ട് പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ മാറ്റുമ്പോഴാണ് ഇങ്ങനത്തെ ആവശ്യങ്ങളൊക്കെ വരിക. അല്ല എന്താന്ന് വെച്ചിട്ട് നമ്മൾ ഈ ടീഷർട്ടിന്റെ ഒക്കെ ആകുമ്പോഴേ വെറൈറ്റി വേരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, പുതിയ ഡിസൈൻസ് അങ്ങനെയുള്ള സംഭവങ്ങള്. പിന്നെ പ്രിന്റ് ഓൺ ഡിമാൻഡ് എന്ന് പറയുന്ന കൺസെപ്റ്റിലൊക്കെ ഈ ടീഷർട്ടൊക്കെ വിൽക്കുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോ അത് നമുക്ക് എല്ലാ ഇതിലും എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കുന്ന പകരം ഒറ്റ ഇതിൽ മാറ്റുമ്പോൾ തന്നെ എല്ലാ ഏരിയാസിലും അത് അപ്ലോഡ് ആവുന്ന രീതിയിലാവുമ്പോൾ കുറച്ചുകൂടെ നല്ലതായിരിക്കും. മറ്റേ അല്ലാതെയുള്ള ഈ ഫിക്സ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് വിൽക്കുന്ന ആൾക്കാർക്ക് പ്രശ്നമില്ല. ഇപ്പൊ വൺ ടൈം അപ്ലോഡ് ചെയ്തിട്ട് വിൽക്കുന്ന ആൾക്കാർക്ക് ആ പ്രശ്നം വരുന്നില്ല. പക്ഷെ ഇങ്ങനെയുള്ള ആണ് ഉദ്ദേശിച്ചത്. മനസ്സിലായി. അതിന് നിങ്ങളെ യൂണിക്കമേഴ്സ് ഹെൽപ്പ് ചെയ്യേണ്ടതാണ്. പക്ഷെ എനിക്കത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ അറിയില്ല, യൂസ് ചെയ്യാത്തതുകൊണ്ട്. പക്ഷെ നമ്മളെ ഈ ആവശ്യം ഉണ്ടെങ്കിൽ എനിക്ക് വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതി. ഞാനത് യൂസ് ചെയ്യുന്ന ആൾക്കാരെ കണക്ട് ചെയ്ത് തരാം. ജോഫിൻ എന്തോ ചോദിക്കുന്നുണ്ട്, കൈ നോക്കിയിട്ടുണ്ട്. ഇല്ല ഞാൻ ആ റിയാസിന് റിപ്ലൈ ആണ്. ഇ കൊമേഴ്സ് അല്ല യൂണികോമേഴ്സ് ആണ് ബെസ്റ്റ് ഓപ്ഷൻസ്. ലൈക്ക് ഇപ്പൊ നമുക്ക് അതില് എല്ലാം കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഷോപ്പിഫൈ, മിന്ത്ര, നമുക്ക് എല്ലാ പ്ലാറ്റ്ഫോംസും അതിൽ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോമൺ ഇൻവെന്ററി പോലെ വർക്ക് ചെയ്യും. ലൈക്ക് ഇപ്പൊ നമ്മുടെ ഉള്ള സ്റ്റോക്ക് ഇപ്പൊ 50 സ്റ്റോക്സ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതെല്ലാത്തിലും കാട്ടും. അങ്ങനെ ഡിവൈഡ് കാട്ടും. അപ്പൊ നമുക്ക് എല്ലാത്തിലും സെപ്പറേറ്റ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വൺ സിംഗിൾ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാത്തിലും ഡിസ്പ്ലേ. ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിലും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിക്കോളാം. അങ്ങനെയാ നല്ല പ്ലാറ്റ്ഫോമാണ്. എല്ലാരും യൂണിക്കമേഴ്സ് യൂസ് ചെയ്യുന്നത്. യൂണിക്കമേഴ്സ് പിന്നെ വേറെ ഏതോ ഒന്നും കൂടി ഉണ്ടല്ലോ, ഈസി ഇ-കോമോ അങ്ങനെ എന്തോ ഒന്നും കൂടി ഉണ്ടോ തോന്നുന്നു. ഈ സെല്ലർ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഇതാ. പക്ഷെ അതിനേക്കാളും അടിപൊളി യൂണിക്കോമേഴ്സ് തന്നെയാണ്. യൂണിക്കോമേഴ്സ് ആണെങ്കിൽ മാർക്കറ്റ് ലീഡർ വന്നു ആ ഒരു കേസിൽ. അതെ. ഗാർണറിന്റെ ജോഫിനാണോ? അതെ. ഓക്കെ. മുബീൻ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഹലോ ഷാൻ. യെസ് മുബീൻ. ഷോപ്പിഫൈന്റെ സ്റ്റോറിൽ നമ്മളിപ്പോ ചെയ്യുന്നതാണ് ട്രാക്കിംഗ് ഒക്കെ എങ്ങനെ സെറ്റപ്പ് ചെയ്യാം? എന്ത് ട്രാക്കിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്? കൺവേർഷൻ ട്രാക്കിംഗ് അല്ല, GA4ലേക്കും പിന്നെ ഗൂഗിൾ ആഡ്സിലേക്കും സെൻഡ് ചെയ്യുന്നത്. അതൊക്കെ ഗൂഗിളിന്റെയും ഫേസ്ബുക്കിന്റെയും ടിക്ടോക്കിന്റെയും ഒക്കെ ആപ്സ് ഓൾറെഡി ഷോപ്പിഫൈയിലുണ്ട്. ആ പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്താൽ നോർമലി ഇറ്റ്സ് ലൈക്ക് ഇത് എന്താ പറയാ, പ്ലഗ് ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ എളുപ്പമാണോ? അല്ല ഇത് വളരെ ഈസിയാ. ഷോപ്പിഫൈയിൽ പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യാൻ ഇറ്റ്സ് ജസ്റ്റ് വൺ ക്ലിക്ക് ചെയ്തിട്ട് മിക്കവാറും ആ ടോക്കൺ ഐഡിയോ കാര്യങ്ങളോ കൊടുത്താൽ മതിയാവും. ഞാൻ കുറെ മുമ്പാണ് സെറ്റപ്പ് ചെയ്തത്. പക്ഷെ പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്താൽ വളരെ ഈസി പ്രോസസ്സാണ്. ഇത് നോർമൽ ടാഗ് മാനേജർ വെച്ചിട്ടൊന്നും അങ്ങനെ സെറ്റപ്പ് ചെയ്യാനൊന്നും ഉണ്ടാവില്ലേ? അങ്ങനെയൊന്നുമില്ല. ഇത് എല്ലാത്തിനും പ്ലഗിൻ ഓൾറെഡി ഉണ്ട്. എല്ലാവരും ഓൾറെഡി ഷോപ്പിഫൈക്കുള്ള പ്ലഗിൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എഗെയിൻ ഷോപ്പിഫൈയിൽ ഒരു 4.4 മില്യൺ വെബ്സൈറ്റ്സ് ഉണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും ഇവർക്ക് വേണ്ടിയിട്ട് ആപ്പുകൾ ഉണ്ടാക്കുന്നത്. And most of the brands are already shifting to Shopify. നമ്മളിപ്പം കസ്റ്റം വെബ്സൈറ്റ് ആണെങ്കിൽ ഡാറ്റ ലൈവ്സ് ഒക്കെ സെറ്റപ്പ് ചെയ്യണ്ടേ? കസ്റ്റം വെബ്സൈറ്റിന് എല്ലാം പിന്നെ മാനുവലി സെറ്റപ്പ് ചെയ്യണല്ലോ. മറ്റതിന് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതിന്റെ അകത്ത് ഇപ്പൊ ബേസിക്കലി ഞാൻ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഇതിന്റെ അകത്ത് പോയി കഴിഞ്ഞപ്പോ ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് ഫേസ്ബുക്ക് ROS അറിയാൻ പിക്സൽ ആണല്ലോ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ പോയി കഴിഞ്ഞാൽ ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാം ഇത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ആക്ച്വലി ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അകത്ത് പിന്നെ നെസസറി സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യും. യു ഡോണ്ട് ഹാവ്
ബേസിക്കലി കോഡിംഗ് ഇല്ല, ദർ ഇസ് സീറോ കോഡിംഗ് നീഡഡ്. ഇതൊക്കെ ബേസിക് സാധനമാണ്. ഇത് നോർമൽ ട്രാക്കിംഗ് അല്ലേ? ഇപ്പം നമുക്ക് സെർവർ സൈഡ് അങ്ങനെ ചെയ്യേണ്ടി വന്നാലോ? സെർവർ സൈഡ് ട്രാക്കിംഗ് ഞാൻ ചെയ്ത് പരിചയമുള്ള, പക്ഷെ എനിക്ക് തോന്നുന്നു അതിനും ഒരു ആപ്പ് ഉണ്ട്. ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് ആപ്പ് ഒന്ന് ആലോചിച്ചോട്ടെ എന്താന്ന്. ആപ്പിന്റെ ഒരു പേരുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം അതിന് സെർവർ സൈഡ് ട്രാക്കിങ്ങിന് ഒരു ആപ്പ് ഉണ്ട്. ഇത് ഞാൻ ഒന്ന് നോക്കട്ടെ. സെർവർ സൈഡ് ആരോ ഒരു ആപ്പ് പറഞ്ഞിരുന്നു, ഏതായിരുന്നു ഓർമ്മ. സ്റ്റേപ്പാണോ? സ്റ്റേപ്പ്.io. അതന്നെ, സ്റ്റേപ്പ്. യെസ്, സ്റ്റേപ്പിന്റെ ആപ്പ് ഇതിന്റെ അകത്തുണ്ട്. ഇവിടെ സ്റ്റേപ്പ് അടിച്ചു നോക്കി കഴിഞ്ഞാല് അതാ സ്റ്റേപ്പ് സെർവർ GTM. ഞാൻ താഴത്ത് നോക്കിയത്, ഇവിടത്തെ മുകളിൽ തന്നെ ഉണ്ട്. ഇത് ഇൻസ്റ്റാൾ ചെയ്യുക, സെറ്റപ്പ് ചെയ്യുക. അതാണ് ബേസിക്കലി ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമിന്റെ ബ്യൂട്ടിയും ഇതാണ്. ബേസിക്കലി എല്ലാം വൺ ക്ലിക്ക് ആയിരിക്കും, എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ടാവും. നമ്മളിപ്പോ ഒരു ന്യൂ വെബ്സൈറ്റ് തുടങ്ങുന്നതാണെങ്കിൽ അപ്പൊ ഈ ഷോപ്പിഫൈന്റെ തന്നെ എക്സാമ്പിൾ എടുക്കാം. അപ്പൊ ഈ ഷിപ്പിങ്ങും ഫുൾഫിൽമെന്റ് എല്ലാം എങ്ങനെയാ നമ്മൾ നോർമലി ചെയ്യും? ഷിപ്പിങ്ങും ഫുൾഫിൽമെന്റും ഇപ്പൊ നിങ്ങളിവിടെ പോയിട്ട് അഗെയിൻ എല്ലാത്തിനും ഷോപ്പിഫൈ ആപ്പ് സ്റ്റോറിൽ പോവുക. അപ്പൊ ഷിപ്പ് റോക്കറ്റ് അല്ലെങ്കിൽ ഷിപ്പിംഗ് ആൻഡ് ഫുൾഫിൽമെന്റ് തന്നെ ആയിരിക്കും. ഷിപ്പിംഗ് എന്ന് അടിച്ചു കഴിഞ്ഞാല് ഇതെനിക്കൊന്ന് ഇന്റർനാഷണൽ വരുന്നുണ്ട്, എല്ലാരും കാണിക്കും. ഇപ്പൊ ഇതിന്റെ അകത്ത് തന്നെ ഉണ്ടാവും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പോസ്റ്റ് ആൻഡ് DHL, ഷിപ്പ് റോക്കറ്റിന്റെ പ്ലഗിൻ ഇവിടെ തന്നെ ഉണ്ടാവും. നോർമലി എനിക്ക് ഇതിനെ കുറിച്ച് വല്ല ധാരണയില്ല. അപ്പൊ ഇപ്പം ഇത് ഇൻസ്റ്റാൾ ചെയ്താല് നമ്മളെ അടുത്ത് ആൾക്കാർ സാധനം വന്ന് കളക്ട് ചെയ്ത് അവർ ഷിപ്പ് ചെയ്യലാണ്. കറക്റ്റ്. അതായത് ബേസിക്കലി ഇപ്പൊ ഫോർ എക്സാമ്പിൾ പേയ്മെന്റ് ഗേറ്റ് വേ, ഷിപ്പിംഗ് പാർട്ണർ, ഇത് രണ്ടാണല്ലോ എക്സ്ട്രാ വേണ്ടത്. നേരെ പോവുക, റേസർ പേയിൽ പോവുക, ഡീറ്റെയിൽസ് കൊടുക്കുക, റേസർ പേന്റെ ഒരാൾ വിളിക്കും, അവർ വിളിച്ചിട്ട് ആ ടോക്കൺ നമ്പർ തരും. ഇറ്റ് വിൽ ബി ആക്റ്റീവ് ഓൺ യുവർ വെബ്സൈറ്റ്. അതേപോലെ നിങ്ങൾക്ക് ഇപ്പം ഇത് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ, ഷിപ്പിംഗ് ആക്ടിവേറ്റ് ചെയ്യാൻ ഷിപ്പ് റോക്കറ്റിൽ പോവുക, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, ഇപ്പുറത്തെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, സെറ്റപ്പ് ചെയ്യുക. ഇത് വളരെ ഈസി പ്രോസസ്സാണ്. ഇനിയിപ്പോ പോസ്റ്റ് ഓഫീസ് ആണെങ്കിൽ പോലും പോസ്റ്റ് ഓഫീസിന് പിന്നെ ഇതൊന്നും ആവശ്യമില്ല. പോസ്റ്റ് ഓഫീസിൽ പോയി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ മതി. എന്നിട്ട് അവർക്ക് മീൻസ് അവിടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അവരൊന്ന് പിക്കപ്പ് ചെയ്തോളൂ. അവരെ വിളിച്ച് പറഞ്ഞാൽ മതി പിക്കപ്പ് ചെയ്യാൻ. അവർക്ക് ആപ്പ് ഇല്ല എന്നൊരൊറ്റ പ്രശ്നമേ ഉള്ളൂ. പക്ഷെ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് സാധനം പോസ്റ്റ് ഓഫീസാണ്. ഓക്കെ, പറ്റും. ഡിജിറ്റൽ പ്രൊഡക്ട്സ് സെല് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് വളരെ നോർമൽ സാധനമാണെങ്കിൽ നിങ്ങൾ ആക്ച്വലി നിങ്ങൾക്ക് ഈവൻ ഷോപ്പിഫൈയും വേണ്ട. നിങ്ങൾ ഭയങ്കരമായിട്ട് സ്കെയിലിൽ ചെയ്യുമ്പോ ഷോപ്പിഫൈ നോക്കിയാൽ മതി. ആക്ച്വലി അതിന് വേറൊരു സൊല്യൂഷൻ ഉണ്ട്, store.link എന്ന് പറഞ്ഞിട്ട്. ഇതാണ് ഏറ്റവും ഈസിയസ്റ്റ് സൊല്യൂഷൻ. ഇപ്പൊ നിങ്ങൾക്ക് ഇ ബുക്ക് ഒക്കെ സെല് ചെയ്യുകയാണെങ്കിൽ store.linkന്റെ ആവശ്യമുള്ളൂ. store.link ബേസിക്കലി വളരെ ഈസി സെറ്റപ്പ് ആണ്. നേരെ പോയിട്ട് നിങ്ങൾ ആ പ്രൊഡക്റ്റ് അതിന്റെ അതോട് കൊടുത്താൽ മതി. പ്രൊഡക്റ്റ് കൊടുക്കുന്നതിനനുസരിച്ച് വെബ്സൈറ്റിൽ സാധനം കാണും. ഇ ബുക്ക് ഒക്കെ ഒരു ഇ ബുക്ക് ഒക്കെ സെല് ചെയ്യാൻ store.link ഇസ് മോർ ദാൻ ഇനഫ്. store.link അഗെയിൻ ഒരു മലയാളി കമ്പനി ബിൽഡ് ചെയ്ത പ്രൊഡക്റ്റ് ആണ്. ഇതില് റാസർ കാര്യങ്ങളൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റും. store.linkൽ റേസർ പേ സെറ്റപ്പ് ചെയ്യാൻ പറ്റും. റാസർ പേ കാണിച്ചാൽ നമുക്ക് ഈ കമ്പനി രജിസ്റ്റർ ചെയ്യാൻ അങ്ങനത്തെ കേസ് വരുന്നുണ്ട്. റേസർ പേക്ക് എനിക്ക് തോന്നുന്നു ഇൻഡിവിജ്വൽ പേരിൽ എടുക്കാൻ പറ്റും. കറണ്ട് അക്കൗണ്ട് മതി എന്നാണ് മനസ്സിലാക്കിയത്. നമുക്ക് കമ്പനി രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമല്ല. ഈസിയസ്റ്റ് വേ ആണ് store.link ചെയ്യാന്നുള്ളത്. കാരണം ഇതിനകത്ത് തീരെ ലേണിംഗ് കർവ് ഉണ്ടാവില്ല. ഗൂഗിൾ ഷീറ്റ് യൂസ് ചെയ്യാറെങ്കിൽ anyone you can hire anyone who knows to use sheets. ഷോപ്പിഫൈ ആകുമ്പോൾ കുറച്ചും കൂടി സ്കെയിലബിൾ ആയിട്ട് കുറെ പ്രൊഡക്ട്സ് വേണം, കുറെ ആപ്സ് വേണം. അതൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പിഫൈയിലേക്ക് പോവാം. അല്ലെങ്കിൽ store.link ആവശ്യമുള്ളൂ. ചേട്ടാ, അതായത് ഇപ്പോ നിങ്ങൾ ഒരു ബിസിനസ് ഓൾറെഡി ഇപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ ഷോപ്പിഫൈയിൽ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോ നമുക്കിപ്പോ എല്ലാ ബിസിനസിന്റെയും ഒരു ബേസിക് ഒരു ഇതാണല്ലോ ഒരു കൺവേർഷൻ ഓറിയന്റഡ് വേയിൽ വർക്ക് ചെയ്യാന്നുള്ളത് തന്നെ.
അപ്പൊ അതെ മോസ്റ്റ് കോമൺലി ഇപ്പൊ ഒരു ഇ കോം ബിസിനസ് മിസ് ഔട്ട് ചെയ്യുന്ന ലൈക്ക് ഒരു കൺവേർഷൻ പോയിന്റ് മിസ് ഔട്ട് ചെയ്യുന്ന എന്തെങ്കിലും കോമൺ ആയിട്ട് ആൾക്കാർ മിസ് ഔട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടോ ഒരു സ്റ്റോറിൽ? പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ കുറെ ആപ്സിന്റെ കേസ് പറഞ്ഞു. അപ്പോ ഇപ്പൊ ഒരു ഇ കോം സ്റ്റോറിലാണെങ്കിൽ ഇപ്പൊ ഈ കൺവേർഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും അങ്ങനത്തെ ആപ്സ് ഇപ്പൊ അപ്സെൽ ചെയ്യാൻ ക്രോസ് സെൽ ചെയ്യാൻ ഇപ്പൊ അങ്ങനത്തെ രീതിയിലുള്ള എന്തെങ്കിലും റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിൽ അതാ ബിസിനസിന്റെ ഒരു പെർസ്പെക്റ്റീവില് ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആണ്. ബേസിക്കലി ഓരോ ബിസിനസ്സും ഡിഫറെന്റ് ആണ്. പക്ഷെ അപ്സെൽ ക്രോസ് സെൽ ആപ്സ് ഒക്കെ എന്തായാലും യൂസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഒരു പുതിയ ബിസിനസ് നിങ്ങൾ ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ ഒരൊറ്റ പ്രൊഡക്റ്റ് വെച്ച് അപ്സെല്ലും ക്രോസ് സെല്ലും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നേരെ മറിച്ച് ഒരു എക്സിസ്റ്റിംഗ് കുറെ സാധനങ്ങൾ വിൽക്കുന്നത്, ഇപ്പൊ ഞാൻ ചെയ്ത പോലെ ഞാൻ ഒരു ഫാർമസിന്റെ ബിസിനസ് ആണ് ചെയ്തത്. സോ ദേ ഹാവ് 7,000+ SKUs. അപ്പൊ അവിടെ അപ്സെല്ലും ക്രോസ് സെല്ലും ഒക്കെ ചെയ്യൽ വളരെ ഇമ്പോർട്ടന്റ്. കാരണം അവിടെ കോസ്മെറ്റിക്സ് ഉണ്ട്, മെഡിക്കൽ ഡിവൈസസ് ഉണ്ട്, കൺസ്യൂമബിൾസ് ഉണ്ട്, മെഡിസിൻസ് ഉണ്ട്. സോ അവിടെ അപ്സെൽ ക്രോസ് സെൽ പ്ലസ് ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ വാട്സാപ്പ് ഒന്നും ഇല്ലാണ്ട് ഒരു ഒറ്റ സ്റ്റോർ ഈ കാലത്ത് ഓപ്പറേറ്റ് ചെയ്യരുത്. കാരണം വാട്സാപ്പ് വെച്ചിട്ടാണ് ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക. അപ്പൊ വാട്സാപ്പിന്റെ ടൂൾ ഇൻസ്റ്റാൾ ചെയ്യുക, സോക്കോ, ഇന്ററാക്റ്റീവ്, വാട്ടി, അങ്ങനെ കുറെ ടൂൾസ് അവൈലബിൾ ആണ്. വാട്സാപ്പ് മിനിമം ഇൻസ്റ്റാൾ ചെയ്യുക, അപ്സെൽ ക്രോസ് സെൽ ആപ്സ് ഇൻസ്റ്റാൾ ചെയ്യുക. പിന്നെ ഈ വാട്സാപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും ബേസിക്കലി കസ്റ്റമറോട് സംസാരിക്കുക വേണ്ടത്. അപ്പൊ കസ്റ്റമർക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ അവർ വാട്സാപ്പിൽ വന്ന് ക്ലിക്ക് ചെയ്തോളൂ. സോ ബേസിക്കലി ഞാൻ റൺ ചെയ്ത സ്റ്റോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഷോ യു ദ സ്റ്റോർ. ഇപ്പൊ ഞാൻ റൺ ചെയ്യാം. കഴിഞ്ഞ നവംബറിലെല്ലാം നിർത്തി ഫുള്ള് ഇ കോം ഷോ ആയി. ഇത് 4 കൊല്ലം ഞാൻ 5 കൊല്ലം ഈ സ്റ്റോർ ഞാൻ റൺ ചെയ്തത്. ദിസ് ഇസ് ദ സ്റ്റോർ. ഇതാണ് ആ സ്റ്റോർ. ഇവിടെ ഉണ്ടല്ലോ വാട്സാപ്പിന്റെ ബട്ടൺ. ബേസിക്കലി ഈ ഡെസ്ക്ടോപ്പ് ഡസൻ മേക്ക് സെൻസ്. കാരണം ഡെസ്ക്ടോപ്പിലൊന്നും 98 കസ്റ്റമേഴ്സും മൊബൈലിലാണ് വരിക. ഇതാണ് മൊബൈൽ വേർഷൻ. അപ്പൊ അവിടെ വളരെ പ്രോമിനന്റ് ആയിട്ട് ഞാൻ വാട്സാപ്പ് കൊടുത്തിട്ടുണ്ട്. ബിക്കോസ് അത് ഭയങ്കര ട്രസ്റ്റ് ബിൽഡിംഗ് എക്സസൈസ് ആണ്. കസ്റ്റമർക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ വരെ ഒറ്റയടിക്ക് കിട്ടും എന്ന് മനസ്സിലാവും. അപ്പൊ ഓട്ടോമാറ്റിക്കലി അത് കൺവേർഷൻ കൂട്ടും വാട്സാപ്പ് ബട്ടൺ ഉണ്ടെങ്കിൽ. ജസ്റ്റ് ദ അവൈലബിലിറ്റി ഓഫ് വാട്സാപ്പ് ബട്ടൺ ഇറ്റ് സെൽഫ് ഇൻക്രീസസ് കൺവേർഷൻ. കാരണം കസ്റ്റമർ സംസാരിക്കാൻ ഒരാളുണ്ടല്ലോ ഈ സാധനം കിട്ടിയിട്ടില്ലെങ്കിൽ. ഇവിടെ ഇപ്പൊ ബോട്ടിനാണ് യൂസ് ചെയ്യണത് അല്ലെങ്കിൽ ലൈവ് ചാറ്റ് ആണ്? ഇത് ലൈവ് ചാറ്റാ. ബാക്കില് ചാറ്റ് ഏജൻസാ. ബോട്ട് നമ്മൾ ട്രൈ ചെയ്തിരുന്നു, പക്ഷെ അത് പോരാ. കസ്റ്റമർക്ക് വേണ്ട രൂപത്തിൽ വി ആർ സ്റ്റിൽ ഫിഗറിംഗ് ഔട്ട്. അവിടെ ടീം ഓൾറെഡി അത് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇതുവരെ അത് വർക്ക് ആയിട്ടില്ല. മേ ബി അറ്റ് സം പോയിന്റ് ഓഫ് ടൈം ഇറ്റ് വിൽ വർക്ക്. അപ്പൊ അതൊക്കെ സെക്കൻഡറി ആണ് ആക്ച്വലി. നിങ്ങൾ വലിയൊരു സ്റ്റോറിന്റെ സാധനമാണ് സെറ്റപ്പ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ആപ്സും കാര്യങ്ങളൊക്കെ ആവശ്യം ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷിപ്പിംഗ് ആപ്പും വാട്സാപ്പിന്റെ ആപ്പും പേയ്മെന്റ് ഗേറ്റ്വേ ഉണ്ടെങ്കിൽ യു ആർ ഗുഡ് ടു ഗോ. ഇതൊക്കെ സെയിൽ കൂട്ടുമ്പോൾ മാത്രം ചിന്തിച്ചാൽ മതി. ഇത് മരുന്ന് വാങ്ങുന്നത് ഡോക്ടറെ പ്രിസ്ക്രിപ്ഷനോ കാര്യങ്ങളൊക്കെ വേണോ? ഇങ്ങനെ അപ്ലോഡ് ചെയ്യണോ? എങ്ങനെയാണ് കേട്ടില്ല, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. മരുന്നാണോ അത്? അത് ബേസിക്കലി അവിടെ മരുന്ന് മാത്രമല്ല, അതായത് ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ വേണ്ട ഒരു 200-200+ സാധനങ്ങളേ ഉള്ളൂ. പക്ഷെ ആ സ്റ്റോറിൽ ആക്ച്വലി 7,000+ SKUs ഉണ്ട്. സോ ഇവിടെ മെഡിസിൻസ് ഉണ്ട്, കുറെ കാറ്റഗറി ഉണ്ട് ഇതിനകത്ത്. മെഡിസിൻസ് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, കോസ്മെറ്റിക്സ് ഉണ്ട്, മെഡിക്കൽ ഡിവൈസ് ഉണ്ട്. അതിൽ 200 സാധനത്തിന് മാത്രം പ്രിസ്ക്രിപ്ഷൻ വേണം. അത് പ്രിസ്ക്രിപ്ഷൻ അപ്ലോഡ് ചെയ്താൽ അവർക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. ലിങ്ക് അയക്കാം. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടല്ലോ, അത് നോക്കാം. ഓക്കെ, WooCommerce or Shopify, which will you suggest for entry people? ഡെഫിനറ്റ് ഞാനൊരു ഷോപ്പിഫൈ ഹാർഡ് കോർ ഫാനാണ്. കാരണം WooCommerce ചെയ്യണമെങ്കിൽ ഒരു ഡെവലപ്പർ വേണം, സിമ്പിൾ. ഷോപ്പിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് തന്നെ ചെയ്താൽ മതി. സോ യു ഡോണ്ട് ഹാവ് ടു ഡിപ്പെൻഡ് ഓൺ എനിവൺ. ഞാൻ 1 മിനിറ്റ് പോലും ടെക്നിക്കലി മുടക്കാൻ തയ്യാറല്ല. ആ സമയം കൂടി ഞാൻ മാർക്കറ്റിംഗിൽ മുടക്കും.
Other than developing cost, can I know the other costs that should be considered for Shopify? One time as well as subscription, like yes, Shopifyന്റെ ബേസിക് പ്ലാനിൽ 1994 per month ആണ്, പ്ലസ് 2% ഓഫ് ദ ഓൺലൈൻ ട്രാൻസാക്ഷൻസ്. ഓൺലൈനിൽ കസ്റ്റമർ പേ ചെയ്യുകയാണെങ്കിൽ 2% ഓഫ് ദാറ്റ് ട്രാൻസാക്ഷൻ എടുക്കും ഓവർ ആൻഡ് അബവ് പേയ്മെന്റ് ഗേറ്റ് വേ. പക്ഷെ ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ ഈ ഫീസ് ഒന്നുമില്ല, പേയ്മെന്റ് ഗേറ്റ് വേ ഫീസും ഇല്ല, ഷോപ്പിഫൈ ഫീസും ഇല്ല. നോർമൽ കേസിൽ എനിക്ക് തോന്നുന്നത് 50% ഓഫ് ദ ഓർഡേഴ്സ് ഇൻ ഇന്ത്യ ഇസ് COD. Unless you have more than 50% is COD. പക്ഷെ ഇതൊക്കെ ഈ കോസ്റ്റ് ഒക്കെ നോക്കേണ്ടത് നമ്മൾ ബിസിനസ് ബിൽഡ് ചെയ്തതിന് ശേഷം. ഇനീഷ്യലി ഈ കോസ്റ്റ് നോക്കരുത്, ഇതൊക്കെ ചെറിയ പൈസയാണ്. അങ്ങോട്ട് തുടങ്ങുക, ബാക്കി ആ പൈസ കൂടുമ്പോൾ നമുക്ക് വേറെ പ്ലാറ്റ്ഫോമിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാം. ആൻഡ് അഗെയിൻ ഷോപ്പിഫൈന്റെ ഹയർ പ്ലാൻസിൽ 0.25 വരെ പോകുന്നുണ്ട്. 0.25 കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഏറ്റവും ഹയർ പ്ലാനിൽ എനിക്ക് തോന്നുന്നത് 0.25% ചാർജ് ചെയ്യും. ആദ്യം തന്നെ ഈ കോസ്റ്റ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങൂല. ഇതൊക്കെ ചെറിയ പൈസയാണ്. 2000 രൂപ കൊടുക്കേണ്ടി വരും മാക്സിമം. പോയി കഴിഞ്ഞാൽ 3000 രൂപ ഷോപ്പിഫൈക്ക് മാസം കൊടുക്കേണ്ടി വരും. ഷോപ്പിഫൈക്കാർ ഇന്നൽക്കാറും ഇങ്ങനെ ആയ സ്പോൺസർ ചെയ്യും. ഓക്കെ, പിന്നെ ഓക്കെ, വേറെ ക്വസ്റ്റ്യൻസ് തീർന്നു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും? ഇപ്പൊ ഈ പറഞ്ഞത് ആരാ സംസാരിക്കുന്നത്? മുഹമ്മദ് യാസർ ആയിരുന്നു. അതായത് നമ്മളിപ്പോ ബ്രോ പറഞ്ഞല്ലോ, നമ്മളിപ്പോ ഈ ഷോപ്പിഫൈയില് ഒരു പേയ്മെന്റ് ഗേറ്റ് വേണമെങ്കിൽ അതിനും ചാർജ് ഉണ്ട്. അതുവഴി ചാർജ് ചെയ്യുന്നത് പോലെ തന്നെ ഷോപ്പിഫൈയും അതുവഴി നടന്നിട്ടുണ്ടെങ്കിൽ ഷോപ്പിഫൈയും ചാർജ് ചെയ്യുമല്ലേ? അങ്ങനെയാണ്. യെസ്, അതെ. അതായത് പേയ്മെന്റ് ഗേറ്റ് വേ ചാർജ് ചെയ്യുകയാണെങ്കിൽ ഷോപ്പിഫൈക്ക് ഒരു ചാർജ് ഉണ്ട്. ബേസിക് പ്ലാനിൽ 2%, അതിന്റെ നെക്സ്റ്റ് പ്ലാനിൽ 1%, പിന്നെ 0.5, പിന്നെ ഏറ്റവും വലിയ പ്ലാന്റ് ഷോപ്പിഫൈ പ്ലസ് എന്ന് പറയുന്നത് ഇതിനകത്ത് 0.25. ഓക്കെ. പേയ്മെന്റ് ഗേറ്റ് വേ ഇല്ലെങ്കിൽ, പേയ്മെന്റ് ഗേറ്റ് വേ ഇൻവോൾവ് അല്ലെങ്കിൽ ചാർജ് ഉണ്ടാവില്ല. ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ ചാർജ് ഇല്ല. ഒരു ഡൗട്ടാണ്, ഇത് ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ടതല്ല. ഇപ്പൊ ഈ ബോട്ടുകളെ പറ്റി പറഞ്ഞല്ലോ, ഈ വാട്സാപ്പ്, അതിന്റെ സെയിം മെത്തേഡ് ബോട്ട് നമ്മൾ പ്രീമിയം എന്തെങ്കിലും എടുത്തിട്ടാണോ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ DM ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവർ അയച്ചു തരും എന്ന് പറയുന്ന ആ സാധനം വർക്കാവുന്നതും ബോട്ടുകളാണോ? അതെ, അത് ബോട്ടാ. അതായത് link2dm.com പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അഗെയിൻ മലയാളികൾ ബിൽഡ് ചെയ്താണ് link2dm. പിന്നുള്ളത് ഗ്രോ, ഇതും മലയാളി സാധനമാണ്, ഗ്രോ 100x .app. പിന്നെ അതോ ഒന്നും കൂടി ഉണ്ട്, അതൊരു പോപ്പുലർ ഇന്റർനാഷണൽ സാധനമുണ്ട്, പക്ഷെ ഏതാന്ന് ഓർമ്മട്ടില്ല. ഞാൻ നോർമലി നമ്മളെ ആൾക്കാരുണ്ടെങ്കിൽ അത് നോർമലി അതേ എടുക്കലുള്ളൂ. കേരള ഫൗണ്ടേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് നോർമലി സജസ്റ്റ് ചെയ്യല്. ഈ link2dm നല്ലൊരു സൊല്യൂഷനാണ്. ഗ്രോ 100x രണ്ടും നല്ല സൊല്യൂഷനാണ്. അത് വെച്ചിട്ടാണ് ഈ ലിങ്ക് മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ ഓട്ടോമേറ്റ് ചെയ്യുന്നത്. പ്രൈസ് പ്ലീസ് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഒരു ലിങ്ക് അയച്ചു കൊടുക്കുമല്ലോ. അത് ഈ ആപ്പുകൾ വെച്ചിട്ട്. ഈ ആപ്പ് മീൻസ് വേറൊരു ആപ്പും കൂടി, അതിന്റെ പേര് എനിക്ക് ഓർമ്മ കിട്ടില്ല, എന്തായിരുന്നു, എമ്മിനോട് എന്തോ തുടങ്ങുന്ന പേര്. അതന്നെ, മെനിചാറ്റിന്റെ കോമ്പറ്റീറ്റേഴ്സ് ആണ് link2dm, ഗ്രോ 100x .app. രണ്ടും മലയാളി ഫൗണ്ടേഴ്സ് ആണ്. ഓക്കെ, താങ്ക്സ്. മെനിചാറ്റ് ഭയങ്കര എക്സ്പെൻസീവ്, അതാ പ്രശ്നം. That's what I heard from others. ഈ ജസ്റ്റ് ബാക്കി എല്ലാവർക്കും കൂടി മനസ്സിലാവാൻ പറയാം. കമന്റ് ചെയ്യുക എന്ന് പറയല്ലോ, ഒരു റീൽ ഇട്ടിട്ട് പിന്നെ ഇതിന്റെ ലിങ്ക് കിട്ടാൻ കമന്റ് ചെയ്യുക. ഈ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരിത് മാനുവലി കൊടുക്കണമല്ല, അത് ഓട്ടോമാറ്റിക്കലി ഈ ആപ്പ് വിട്ടോണ്ടിരിക്കും എല്ലാവരുടെ DM-ലേക്കും. അതാണ് ഇപ്പൊ നമ്മൾ പല റീലുകൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഉണ്ടാവും, ഇന്ന കമന്റ് ഇടുക, ഈ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ലിങ്ക് അയച്ചു തരുമെന്നുണ്ട്. സോ ഈ ആപ്പുകൾ വെച്ചിട്ടാണ് അത് ഓട്ടോമേറ്റ് ചെയ്യുന്നത്. റിയാസ് കൈവക്കിയിട്ടുണ്ട്. ഹലോ ഷാൻബ്രോ, ഒരു സംശയം. ഇപ്പം AI വന്നോണ്ടിരിക്കുകയാണല്ലോ, അപ്പം AI എത്രത്തോളം ഈ ഷോപ്പിഫൈയില് AI എന്ന് പറയുന്ന ഏരിയ ഇല്ലേ, AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എത്രത്തോളം ഷോപ്പിഫൈയില് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്? അതിന്റെ ഒരു വർക്ക് എത്രത്തോളം AI അതിൽ ഇൻബിൽട്ട് ആയിട്ടുണ്ട് ഷോപ്പിഫൈയില്? ഷോപ്പിഫൈ ഡയറക്ട്ലി AI ഒന്നും ലോഞ്ച് ചെയ്തിട്ടില്ല അങ്ങനത്തെ. അത് പ്രൊഡക്റ്റിന്റെ ഇമേജ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു AI ഉണ്ട്.
പക്ഷെ പല ആപ്പുകളും AI ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ അഡ്വാൻസ്ഡ് സെർച്ച് ആപ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സെർച്ച് AI ഇന്റഗ്രേറ്റഡ് ആണ്. പക്ഷെ അങ്ങോട്ട് പോകുമ്പോൾ കുറെ, ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ബിൽഡ് ചെയ്യാൻ വിചാരിച്ച ആപ്പാണ്, പക്ഷെ വേറെ ഒരുത്തൻ ബിൽഡ് ചെയ്തു. ബേസിക്കലി കൺസൾട്ടൻസിന്റെ ആവശ്യമില്ലാണ്ട് തന്നെ കംപ്ലീറ്റ്ലി ഡാറ്റ അനലൈസ് ചെയ്തിട്ട് വേണ്ട സജഷൻസ് കൊടുക്കുന്ന ഒരു ആപ്പ് ആക്ച്വലി പിന്നെ അതിന്റെ ബീറ്റ വെർഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് കമന്റ് അടിച്ചു കൊടുത്താൽ മതി. അതേപോലെ ഇപ്പം പല സാധനങ്ങളും ബിൽഡ് ചെയ്യാൻ ചുമ്മാ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പൊ ബോൾട്ട് പോലത്തെ അല്ലെങ്കിൽ ലവബിള് ബോൾട്ട് ഇങ്ങനത്തെ കുറെ ആപ്പുകൾ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിലും നമുക്കൊരു പിന്നെ ഇത് അടിച്ചു കൊടുക്കുമ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു സംഭവം ഷോപ്പിഫൈയിൽ ഉണ്ടെങ്കിൽ ബെറ്റർ ആണ്. കറക്റ്റ്. അത് മിക്കവാറും അടുത്ത റിലീസിൽ ഷോപ്പിഫൈ ഇറക്കേണ്ടതാണ്. ചുമ്മാ അടിച്ചു കൊടുത്താൽ തന്നെ സാധനം ഉണ്ടാവുന്ന രൂപത്തില്. പ്രോബബ്ലി അനദർ 6 months മാക്സിമം. അത്ര സ്പീഡിലാണ് കാര്യങ്ങൾ മാറുന്നത്. രാഹുൽ, നമുക്ക് ഈ പല ഇ കോമേഴ്സ് സൈറ്റുകളുണ്ട്. അപ്പൊ അതിനകത്തൊരു സെന്റിമെന്റ്സ് മനസ്സിലാക്കാൻ വേണ്ടി, അതായത് പലരുടെയും റിവ്യൂസിനകത്തൊരു സെന്റിമെന്റ്സ് മനസ്സിലാക്കാൻ യൂസ് ചെയ്യുന്ന ടൂൾ ഏതാണ്? ഞാൻ ആക്ച്വലി ഒരു ടൂൾ യൂസ് ചെയ്തിട്ടില്ല, പക്ഷെ സെന്റിമെന്റ് അനാലിസിസിന് ടൂൾ ഉണ്ട്. അഗെയിൻ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് സെന്റിമെന്റ് അനാലിസിസ് കൊടുത്താൽ കിട്ടേണ്ടതാണ്. ഞാനൊന്ന് നോക്കട്ടെ. സെന്റിമെന്റ്സ് പുതിയ പ്രൊഡക്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്യുന്ന മുമ്പേ നമ്മൾ ആ ഒരു സ്റ്റഡി നടത്തുന്നത് നല്ലതായിരിക്കും. മീൻസ് പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ ആക്ച്വലി നമുക്ക് അത്രയും കസ്റ്റമേഴ്സ് ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പൊ ഈ കേസിലൊക്കെ ഞാൻ ഡയറക്ട്ലി ഇപ്പം ഒരു പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ ഞാൻ ഡയറക്ട്ലി ഫുള്ള് വായിക്കും, കംപ്ലീറ്റ്ലി ഇരുന്ന് വായിച്ച് കസ്റ്റമറെ വിളിക്കും മനസ്സിലാക്കാൻ, സോ ദാറ്റ് ഐ ക്യാൻ ഇംപ്രൂവ് ദ പ്രൊഡക്റ്റ്. പക്ഷെ സെന്റിമെന്റ് അനാലിസിസ് ടൂൾസ് ഉണ്ട്. ഷോപ്പിഫൈയിൽ ഞാൻ തന്നെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല ഒന്നും. ഐ ഡോണ്ട് നോ, എനിക്ക് തോന്നുന്നത് എനിക്ക് കറക്റ്റ് ടൂള് പറഞ്ഞുതരാൻ അറിയില്ല. പക്ഷെ ടൂൾ ഉണ്ട്, സെന്റിമെന്റ് അനാലിസിസ് ടൂൾ ഉണ്ട്. ഓക്കെ. സെന്റിമെന്റ് അനാലിസിസ് ആപ്പ് ആമസോണിന് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്തൊരു ടീം ഉണ്ടായിരുന്നു, പക്ഷെ അവര് ബിൽഡ് ചെയ്ത് കഴിഞ്ഞോ ഓർമ്മല്ല. ഒരു മലയാളി ടീം ഉണ്ടായിരുന്നു. ഷോപ്പിഫൈ കോഴ്സ്, പക്ഷെ അതിന്റെ ലിങ്ക് അയച്ചു തരാം. ഇതാണ് നമ്മുടെ ഷോപ്പിഫൈ കോഴ്സിന്റെ ലിങ്ക്, ഇതാണ്. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ? മിനി ചാറ്റ് സോറി സേജ് വേറെ എന്തെങ്കിലും? ഇതിന് SEO കാര്യങ്ങൾ ചെയ്യാനൊക്കെ എങ്ങനെയാണ്? SEO ചെയ്യാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് SEOന് വേണ്ടത് ആദ്യം ഒരു ബേസിക് സ്ട്രക്ചർ വേണം. ആ ബേസിക് സ്ട്രക്ചർ ഇതിനകത്തുണ്ട്, ലൈക്ക് എനി അതർ ടൂൾ. പിന്നെ SEO ചെയ്യണമെങ്കിൽ ആക്ച്വലി SEO സ്പെഷ്യലിസ്റ്റ് ആവണം. കണ്ടന്റ് ജനറേറ്റ് ചെയ്യണം, ബാക്ക് ലിങ്ക്സ് സെറ്റപ്പ് ചെയ്യണം. അതിന് പിന്നെ എനിക്കൊന്ന് ഈ ഗ്രൂപ്പിൽ തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ. ഞാനിവിടെ ഷാമിനൊക്കെ ഉണ്ടല്ലോ, നേരത്തെ ഷാമു ഇതിനകത്ത് ഇല്ല ഒന്ന്. ഷാമല്ല, അഭിനവിനോട് പറഞ്ഞത്. അഭിനവ് SEO കൺസൾട്ടന്റ് അല്ലേ? അല്ല, വേർഡ്പ്രസ് ടൂൾസ്, SEO പോലത്തെ അങ്ങനത്തെ ടൂൾസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, SEOയിൽ ഞാൻ എക്സ്പേർട്ട് അല്ല, പക്ഷേ ടൂൾസ് വെച്ചിട്ട് ടെക്നിക്കൽ SEO മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ടൂൾസ് വെച്ചിട്ട് നിങ്ങൾക്ക് ശരിക്കും SEO ചെയ്യാൻ കഴിയില്ല. അഭിനവ് ഹെൽപ്പ്, ഞാൻ അതിനകത്ത് എക്സ്പേർട്ട് അല്ല. അതെ, നമ്മൾ കണ്ടന്റ് വൈസ് ആണ് SEOയിൽ ഫുള്ള് വരിക. ടൂൾസ് വെച്ച് നമുക്ക് ടെക്നിക്കലിന്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ഒരുവിധം കവർ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളെല്ലാം കണ്ടന്റ് ചെയ്യുന്ന സ്ട്രാറ്റജി ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടാണ്. കറക്റ്റ്. ടൂൾസിലല്ല SEO. ബേസിക്കലി SEO ഇസ് നോട്ട് അബൌട്ട് ടൂൾസ്, ഇറ്റ്സ് ഓൾ അബൌട്ട് കണ്ടന്റ്. ടൂൾസ് ചിലപ്പോൾ 5% ആയിരിക്കില്ല. അഭിനവ് അങ്ങനെ തന്നെയല്ലേ? അതെ അതെ. കുറെ ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ട്, ഈ ടൂൾസ് ഇൻസ്റ്റാൾ ചെയ്ത SEOന്റെ എല്ലാം ആയി എന്നുള്ളത്. ഒന്നും ആവില്ല. ടൂൾസ് ജസ്റ്റ് ഹെൽപ്പ് ചെയ്യുള്ളൂ, നമുക്ക് കോഡിംഗ് ഇല്ലാണ്ട് തന്നെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി. കറക്റ്റ്.
പക്ഷെ കണ്ടന്റ് ചെയ്താലേ SEO ആവുള്ളൂ. ഹലോ ശാന്ദ്രോ. യെസ്. ഹലോ. വേറെ ചെറിയൊരു ഡൗട്ട് ഉണ്ട്. എന്ന് വെച്ചാല് നമ്മളിപ്പം ഷോപ്പിഫൈ ഇപ്പോ അൾട്ടിമേറ്റ്ലി നമുക്ക് സെയിൽസ് ആണല്ലോ വേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ പല ഏരിയാസിന് ഇപ്പം മെറ്റ ആഡ്സ്, ഗൂഗിൾ ആഡ്സ് അങ്ങനെയുള്ള പല ഏരിയാസിൽ നിന്ന് നമ്മൾ ഈ ട്രാഫിക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുമല്ലോ ഇങ്ങോട്ട്. അതെ. അപ്പോ ഈ മെറ്റ ആഡ്സ്, ഗൂഗിൾ ആഡ്സ്, ലിങ്ക്ഡിൻ അങ്ങനെ ഏത് പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, ആ പ്ലാറ്റ്ഫോമിലുള്ള അനലിറ്റിക്സ് എല്ലാം നമുക്ക് ഈ ഒരു ഷോപ്പിഫൈയിൽ കിട്ടുമോ? ഇപ്പൊ സെയില് നടന്നു, എത്ര പേര് പിന്നെ ക്ലിക്ക് ചെയ്തു, എത്ര പേര് പിന്നെ റെസ്പോൺസ് ഉണ്ടെന്നൊക്കെ നമുക്ക് ഈ ഷോപ്പിഫൈയിൽ കാണാൻ വേണ്ടി പറ്റുമോ? ഷോപ്പിഫൈയിൽ വൺ ക്ലിക്കില് ഷോപ്പിഫൈയിൽ കാണാൻ പറ്റില്ല. അത് മെറ്റാഡ്സ് ആണെങ്കിൽ ഇപ്പൊ മെറ്റാഡ്സിന്റെ പിന്നെ റോആസ് ഉണ്ട്, ആ മെറ്റാഡ്സിൽ പോയി ചെക്ക് ചെയ്യണം. പിന്നെ അട്രിബ്യൂഷൻ ടൂൾസ് ഉണ്ട് ഷോപ്പിഫൈയില്. ഏത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു കസ്റ്റമർ ചിലപ്പോൾ മെറ്റാഡ് വഴിയായിരിക്കും കൺവേർട്ട് ആയത്, പക്ഷെ അതിന്റെ മുമ്പ് ചിലപ്പം SEO ത്രൂ അല്ലെങ്കിൽ ഓർഗാനിക് സെർച്ചിലൂടെ വന്നിട്ടുണ്ടാവും, ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടന്റ് കണ്ട് വന്നിട്ടുണ്ടാവും. അപ്പൊ മൾട്ടിപ്പിൾ ടച്ച് പോയിന്റ്സ് ഉണ്ടാവും. ബേസിക്കലി ഒരു കസ്റ്റമറും ഒരു ഒറ്റയടിക്ക് കൺവേർട്ട് ആവില്ല അൺലെസ് ഇറ്റ്സ് എ വെരി യുണീക് പ്രൊഡക്റ്റ്. അത്രയും കൂടുതൽ സോഷ്യൽ പ്രൂഫിങ്ങും യുണീക്നെസ്സും ഒക്കെ ഉണ്ടെങ്കിലേ കസ്റ്റമർ ഒറ്റയടിക്ക് കൺവേർട്ട് ആവുള്ളൂ. അല്ലെങ്കിൽ ഒരുവിധ സമയത്തൊക്കെ മൾട്ടിപ്പിൾ ടച്ച് പോയിന്റ്സ് ഉണ്ടാവും. അപ്പൊ അത് മൾട്ടിപ്പിൾ ടച്ച് പോയിന്റ്സ് മനസ്സിലാക്കണമെങ്കിൽ അട്രിബ്യൂഷൻ ടൂൾസ് ഉണ്ട്. ഷോപ്പിഫൈ തന്നെ പല ടൂൾസും ഉണ്ട്. അതിനകത്ത് ഒരു ടൂൾ എനിക്ക് തോന്നുന്നത് ട്രിപ്പിൾ വെയിൽ പറഞ്ഞൊരു ടൂൾ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് മാപ്പ് ചെയ്യാൻ പറ്റും. അതായത് ആദ്യം കസ്റ്റമർ ഗൂഗിളിൽ നിന്നാണ് വന്നത്, പിന്നെ രണ്ടാമത് കസ്റ്റമർ വീണ്ടും ഇൻസ്റ്റാഗ്രാം ത്രൂ വന്നു, മൂന്നാമത് ഫേസ്ബുക്ക് ആഡ് ത്രൂ വന്നു, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇൻസ്റ്റാഗ്രാം റീലിന്റെ സ്പോൺസേർഡ് ആഡ് വെച്ചിട്ടാണ് കസ്റ്റമർ കൺവേർട്ട് ആയത്. ഇതൊക്കെ ട്രിപ്പിൾ വെയിൽ പറഞ്ഞ ടൂൾ വെച്ച് കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ. വേറെ ചെറിയൊരു ഡൗട്ട് ഉണ്ട്. എന്ന് വെച്ചാൽ ഈ ആപ്പിൾ കസ്റ്റമേഴ്സിനെ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? ഏത് കസ്റ്റമേഴ്സ് ആണ്? ഐഫോൺ ഉപയോഗിക്കുന്ന കസ്റ്റമർ ഒരു ഏരിയ ഉണ്ടാവുമല്ലോ. അപ്പം അവരെ ഇപ്പം പല അഡ്വർടൈസ്മെന്റും ആപ്പിൾ ഫോണില് ബ്ലോക്ക്ഡ് ആണല്ലോ. അപ്പൊ അവരെ ആക്യുറേറ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു പിന്നെ മീഡിയം, അഡ്വർടൈസിങ് മീഡിയം ഏതെങ്കിലും ഉണ്ടോ ആപ്പിൾ കസ്റ്റമേഴ്സിനെ? എനിക്ക് തോന്നുന്നത് ആപ്പിളിനെ ഫോക്കസ് ചെയ്തിട്ട് പിന്നെ മെറ്റയിൽ ആഡ്സ് റൺ ചെയ്യാൻ തോന്നുന്നു. എനിക്ക് കറക്റ്റ് ഞാൻ അങ്ങനെ റൺ ചെയ്ത് പരിചയമല്ല, കാരണം ഞാനെല്ലാം മോട്ടോ മോഡിലിടല. ചെയ്യാൻ പറ്റും. യെസ് താഹിറ, ചെയ്യാൻ പറ്റും. യെസ്. അതായത് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് ആപ്പിൾ ഇപ്പം ആ സെക്യൂരിറ്റി റെസ്ട്രിക്ഷൻസ് ഒക്കെ കൊണ്ടുവന്നപ്പം കുക്കീസ് ഒന്നും ഇടാൻ പറ്റില്ല. പക്ഷെ ഇത് സാധനം പോസിബിൾ ആണ്, പക്ഷെ മേ നോട്ട് ബി ആസ് ആക്യുറേറ്റ് ആസ് ബിഫോർ. മേ ബി 2 കൊല്ലം മുമ്പ് ഒരു കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന അത്ര സെറ്റപ്പ് അല്ല, പക്ഷെ സാധനം പോസിബിൾ ആണ്. ആപ്പിളിലേക്ക് സാധനം വിടാം. തേർഡ് പാർട്ടി ഏതോ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ തോന്നുന്നു. അത് വെച്ചിട്ട് ഈ കുക്കീസ് കണക്ട് ചെയ്തിട്ട് കുക്കീസ് എടുത്തിട്ടുള്ള പരിപാടി എന്തോ ഉണ്ട്. അത് പ്രോപ്പറായിട്ട് എനിക്ക് അറിയത്തില്ല. ഇത് കറക്റ്റ് എനിക്ക് അറിയില്ല. പിന്നെ അത് ബേസിക്കലി ഞാൻ പല കൺസൾട്ടൻസിന്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഡയറക്ട്ലി അതിന്റെ ഡീപ് ഡൈവ് ചെയ്യാറില്ല. പക്ഷെ ഇപ്പം ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന കണ്ടന്റ് ആണ്. ഇറ്റ്സ് നോട്ട് ആഡ്സ്. കറക്റ്റ് ആയിട്ട് കണ്ടന്റ് ചെയ്യപ്പോ നമ്മളെന്ന കമ്മ്യൂണിറ്റിയിലെ സെൻസസ് അങ്ങനെ കറക്റ്റ് എന്ന് പറഞ്ഞു. ഞാനൊരു പേജ് കാണിച്ചു തരാം. ഈ പേജ് കാണുന്നുണ്ടോ ഇൻസ്റ്റാഗ്രാം? കാണുന്നുണ്ട്. ഇവരെ ഫേസ് ഈസ് ലിറ്ററലി ഹ്യൂജ്, വിച്ച് യു കനോട്ട് ഈവൻ തിങ്ക് ഓഫ്. എവറിത്തിങ് ഈസ് ഓർഗാനിക്. ഈ കണ്ടന്റ് വെച്ചിട്ട് മാത്രമാണ് ഇവർ സെല് ചെയ്യുന്നത്. ദേ ആർ നോട്ട് ഡൂയിങ്, ദേ ആർ വളരെ മിനിമൽ ആഡ് സ്പെൻഡേ ഉള്ളൂ. ഇതേപോലെ ഇഷ്ടം പോലെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജസ് ഉണ്ട്. അനദർ വൺ ഇസ് ഇത് രണ്ടും ഒരേ കൺസൾട്ടന്റ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്, അതുകൊണ്ടാണ് എനിക്ക് അറിയുന്നത്. സൂറി ബുട്ടീക്ക് പറഞ്ഞിട്ട്
4 മാസം കൊണ്ട് ഇവരെ സെയിൽ ഡബിൾ ആയിട്ടുണ്ട് ത്രൂ കണ്ടന്റ്. സോ കണ്ടന്റ് ഭയങ്കര സംഭവമാണ്. കാരണം നമുക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും, നമ്മളൊക്കെ ഫുൾ ടൈം റീലിൽ അഡിക്റ്റഡ് ആണ്, ഇൻക്ലൂഡിങ് മൈസെൽഫ്. അതൊക്കെ നിർത്താനാണ് ശ്രമിക്കുന്നത്, പക്ഷെ വർക്കിംഗ് ബിഗ് ടൈം. കറക്റ്റ് കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ ഓർഗാനിക് ആയിട്ട് സെയിൽസ് വരും. കസ്റ്റമർ അക്വസിഷൻ ഇസ് ഓൾമോസ്റ്റ് സീറോ എന്ന് തന്നെ പറയാം. കണ്ടന്റ് കോസ്റ്റ് ഉണ്ടാവും, കണ്ടന്റ് ഷൂട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനുള്ള കോസ്റ്റ് ഉണ്ടാവും, പക്ഷെ ആഫ്റ്റർ ദാറ്റ് ഇറ്റ്സ് അൺലിമിറ്റഡ് കറക്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ. സോ 2 എക്സാമ്പിൾ ആണെന്ന് ഈ മൂൺ ഗോഡസും ഇത് നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ച് ഐഡിയ കിട്ടും. ഞാനിവിടെ ലിങ്ക് ഉണ്ട് ചാറ്റില്. താങ്ക് യു ഷാൻ. സാർ ഇപ്പൊ ഇല്ല. താങ്ക് യു. ഓക്കെ, ഈ കോമിൽ തന്നെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ട് സെക്ഷൻ ആയിരുന്നു. മലയാളി ഫൗണ്ടേഴ്സിന്റെ കുറെ ആപ്പുകൾ പരിചയപ്പെട്ടു. ഓക്കെ, കുറെ ക്ലിയർ ചെയ്തു. താങ്ക് യു ഷാൻ.